എക്സിറ്റ് പോളും കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ എക്സാക്ട് പോളും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടാവുമോ? എക്സിറ്റ് പോൾ പങ്കുവെക്കുന്ന ട്രെൻഡ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റേതാണ്. UDF പ്രതീക്ഷകൾ തകിടം മറിച്ച് ഭരണവിരുദ്ധ വികാരമില്ലെന്ന ട്രെൻഡാണ് എക്സിറ്റ് പോളുകൾ പങ്കുവച്ചത്. 10 വർഷമായി കേരളം ഭരിക്കുന്ന LDFന് 69 സീറ്റുകൾ വരെ പല എക്സിറ്റ് പോളുകളും നൽകുന്നു. സർക്കാരിനെതിരെ പ്രചണ്ഡ പ്രചാരണം നടത്തിയിട്ടും UDF കഷ്ടിമുഷ്ടി 71 കടക്കുമെന്നേ എക്സിറ്റ് പോളുകാർക്ക് പറയാൻ കഴിയുന്നുള്ളൂ. കഴിഞ്ഞ തവണ 84 മുതൽ 102 സീറ്റ് വരെ LDFന് പ്രവചിച്ച ടുഡേയ്സ് ചാണക്യ ഇക്കുറി പറയുന്നത് LDFന് 73 സീറ്റുകൾ വരെ നേടി അധികാരത്തിൽ എത്താൻ കഴിയുമെന്നാണ്. UDFന് ലഭിക്കുക അങ്ങനെയെങ്കിൽ 60 സീറ്റുകളായിരിക്കും. അങ്ങനെയാണ് ടുഡേയ്സ് ചാണക്യ പറയുന്നത്. ആക്സിസ് മൈ ഇന്ത്യ സർവേ പറയുന്നത് വീണ്ടും മുഖ്യമന്ത്രിയായി പിണറായി വരണമെന്ന് ബഹുഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നുവെന്നാണ്. സതീശനും ചെന്നിത്തലയും KCയും ഒക്കെ വളരെ പിന്നിലാണ്. ഭരണവിരുദ്ധ വികാരമില്ല എന്നതിൻ്റെ ശക്തമായ സൂചനകളാണിവ. LDF സിറ്റിംഗ് MLAമാരുടെ സ്വീകാര്യത സുപ്രധാന വിജയഘടകമാണെന്ന വിലയിരുത്തലിനെ ബലപ്പെടുത്തുന്ന ട്രെൻഡാണിത്. LDFന് പരമ്പരാഗതമായി കിട്ടിവരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഇക്കുറി നിലനിർത്താനാകുമെന്ന സൂചനകളാണ് എക്സിറ്റ് പോളിലൂടെ പുറത്തു വന്നത്. ആ ശതമാന കണക്കുകൾ അത് വ്യക്തമാക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം വലിയ നേട്ടമാകുമെന്ന UDFൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയാവില്ലെന്ന ട്രെൻഡ് എക്സിറ്റ് പോളുകൾ നൽകുന്നുമുണ്ട്. ഭരണമാറ്റം ആഗ്രഹിക്കുന്നവരാണ് മലയാളികളെന്ന മുൻവിധി എക്സിറ്റ് പോളുകളെ വഴിതെറ്റിച്ചോ? ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മടങ്ങിവരവ് പ്രവചിച്ച് പാളിപ്പോയ സർവേകൾ നമ്മുടെ മുൻകാല അനുഭവങ്ങളാണ്. ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നത് വി വസീഫ്, DYFI സംസ്ഥാന പ്രസിഡന്റ്, ബി റജി, കോൺഗ്രസ് സഹയാത്രികൻ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ. വസീഫ് ചർച്ചയിലേക്ക് എത്തുന്നതേയുള്ളൂ. ഞാൻ റജിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ റജി, ചാണക്യയാണ് ഇന്ന് എക്സിറ്റ് പോളിൽ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പരമാവധി LDFൻ്റെ സീറ്റുകളെക്കുറിച്ച് പറയുന്നത് ഞാൻ ഈ സൂചിപ്പിച്ച വിധമാണ്. 73 സീറ്റുകൾ വരെ നേടി അധികാരത്തിലെത്താം. അങ്ങനെയെങ്കിൽ UDFന് ലഭിക്കുക 60 എന്നുള്ളതാണ്. അതായത് എക്സിറ്റ് പോളുകൾ ആകെ നോക്കിയാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു ചിത്രമാണ് നൽകുന്നത്. അപ്പോഴും ഓർക്കേണ്ടത് അതിൻ്റെയും അഡ്വാൻറ്റേജ് എന്നുള്ളത് അത് പ്രതിപക്ഷത്തിന് അവകാശപ്പെടാൻ കഴിയുന്നതേയല്ല. കാരണം 10 വർഷം അധികാരത്തിലിരുന്നൊരു സർക്കാരിന് അതിനുശേഷവും ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്നു. പ്രതിപക്ഷം എല്ലാ അഭ്യാസവും പയറ്റിയിട്ടും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇങ്ങനെ തൊട്ടില്ല എന്ന മട്ടിൽ മുമ്പിൽ പല സർവേകളിലും മുമ്പിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ. ടുഡേയ്സ് ചാണക്യ പറയുന്നത് വെച്ച് നോക്കിയാൽ 73 സീറ്റുകൾ വരെ നേടി LDFന് അധികാരത്തിൽ വരാമെന്നാണ് പറയുന്നത്. ആ ചാൻസ് അവർ തള്ളിക്കളയുന്നില്ല. റജി കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നോക്കൂ ശ്രീ ശരത്ത്, നിങ്ങൾക്ക് ഒരു 72 മണിക്കൂർ കൂടി ഈ ആത്മവിശ്വാസം പുലർത്താം. കേരളത്തിലെ ഇന്നലെ വന്ന ഏതാണ്ട് 10 സർവേകളിലും വലിയ മുന്നേറ്റമാണ് UDFന് പ്രവചിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ, അതായത് 2016-ലും 2021-ലും ഒക്കെ, 2011 ഉൾപ്പെടെ 11, 16, 21 ഒക്കെ ആ ഒരു ട്രെൻഡ്, ഈ പ്രവചനത്തിൻ്റെ ട്രെൻഡ് അതുപോലെ ഫലിക്കുകയുണ്ടായി. ഇവിടെ ഈ എക്സിറ്റ് ഫലങ്ങളെക്കാൾ, ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന എക്സിറ്റ് ഫലങ്ങളെക്കാൾ വലിയ മുന്നേറ്റം UDFന് ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസമാണ് UDFനുള്ളത്. ഒരു സംശയവുമില്ല കാര്യത്തിൽ. കാരണം ശക്തമായ ഭരണവിരുദ്ധ വികാരം, അതുമാത്രമല്ല UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം ഒക്കെ വലിയ ഒരു മുന്നേറ്റം UDFന് സാധ്യമാകും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പല അനുഭവങ്ങളും തീർച്ചയായിട്ടും 102 സീറ്റുകളിൽ 2021-നേക്കാൾ 5% വരെ വോട്ടിങ്ങിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2021-ലാകട്ടെ 110 മണ്ഡലങ്ങളിൽ അതിനു മുമ്പുള്ള 2016-നേക്കാൾ പോളിംഗ് ശതമാനം കുറവായിരുന്നു. ആ കാലഘട്ടത്തിലെ ആ വോട്ടിംഗ് ശതമാനത്തിൻ്റെ ശേഷം നിലനിൽക്കുന്നതല്ല. ഇപ്പോൾ ശതമാനം നോക്കുമ്പോൾ വർധനവ് പറയാമെങ്കിലും മണ്ഡലം തിരിച്ച് വോട്ടുകൾ നോക്കുമ്പോൾ ഒരു പിടി മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സ്വാധീന മണ്ഡലങ്ങളിലൊക്കെ വോട്ട് കുറയുകയാണ്. പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. അത് പറവൂരാകട്ടെ, പുതുപ്പള്ളിയിലാകട്ടെ, അതടക്കം എത്ര കോൺഗ്രസ് ഇപ്പോൾ ജയിച്ചു വരുന്ന സ്വാധീന മണ്ഡലങ്ങൾ എടുത്താൽ
മറുഭാഗത്ത് അങ്ങനെയല്ല സ്ഥിതി. CPIM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീന മണ്ഡലങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞപ്പോൾ, പോൾ ചെയ്ത വോട്ടിൽ കുറവ് സംഭവിക്കുമ്പോൾ ധർമ്മടത്ത് വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ നിലയിലുണ്ട്. അപ്പോൾ ഈ പോളിംഗ് ശതമാനം വെച്ച് പോളിംഗ് ശതമാനത്തിൻ്റെ ഒരു വർധനവ്, ന്യൂനപക്ഷ ഏകീകരണം ആകെ സംഭവിച്ചു എന്ന് പറയാനാണ് ശ്രമിച്ചത്. അല്ലെങ്കിൽ ഈ 9-ന് ശേഷം തൊട്ടു പിന്നാലെ UDF ശ്രമിച്ചതാണ്. പക്ഷേ പിന്നീട് കുറേ കൂടി ഗഹനമായി ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന ഇടത്താണ് അതത്ര സുഖമാവില്ല എന്ന തിരിച്ചറിവിലേക്ക് വന്നത്. അങ്ങനൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് റജി. UDF നോക്കുമ്പോൾ അതും കൂടി നോക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. നോക്കൂ, ശരത്, 25 വർഷത്തെ ഒരു ചരിത്രം നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഒരു മണ്ഡലത്തിൽ അതിൻ്റെ പോളിംഗ് ഒരു 5% വരെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ നിലവിലുള്ള കാൻഡിഡേറ്റ് മാറും എന്നുള്ളതാണ് കണ്ടുവരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ 102 സീറ്റ് വരെ UDFന് ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വോട്ടിങ്ങിൻ്റെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. 2021 ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ 110 മണ്ഡലങ്ങളിൽ, അന്ന് 99 സീറ്റ് LDFന് കിട്ടിയ ആ ഘട്ടത്തിൽ 110 മണ്ഡലങ്ങളിൽ അതിന് തൊട്ട് മുന്നുള്ള 2016 വോട്ടിങ്ങിനെ അപേക്ഷിച്ച് കുറവായിരുന്നു വോട്ടിംഗ് ശതമാനം, 5% വരെ. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നിലവിലുള്ള ഭരണ സംവിധാനത്തെ, ആ ഭരണത്തെ നിലനിർത്തുന്നതിനാണ് ഇടയാക്കിയത്. ഇപ്പോൾ മുൻകാലങ്ങളിൽ പലപ്പോഴും ഏതാണ്ട് വിജയത്തിൻ്റെ അടുത്തുവരെ ലഭ്യമാക്കിയ, അതായത് അത്രയ്ക്ക് ഒരു പ്രഡിക്ഷൻ നടത്തിയിട്ടുള്ള ഏജൻസികളാണ് അവർ കേവല ഭൂരിപക്ഷം UDFന് പറയുന്നുണ്ട്. ഈ കേവല ഭൂരിപക്ഷത്തിനേക്കാൾ അതിൻ്റെ വലിയ മടങ്ങ് ഒരു വർധനവ് ലഭിക്കും എന്നുള്ള ഒരു 100% ആത്മവിശ്വാസമാണ് UDFനുള്ളത്. അത്തരത്തിൽ ഉള്ള ഒരു കണക്കുകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആ കണക്കൊക്കെ എൻ്റെ കൈവശമുണ്ട്. അതിലേക്ക് വരാം. ലാൽകുമാർ, ഇപ്പോൾ എക്സിറ്റ് പോളുകൾ വന്നിട്ട് ഇതാണ് സ്ഥിതി എന്നൊരവസ്ഥ UDFനെ സംബന്ധിച്ചുണ്ടോ? കാരണം പ്രചാരണ രംഗത്ത് കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുവഴി ഈ LDF സർക്കാർ വലിയ മികവോടെ 100+ എന്ന നിലയിൽ സീറ്റുകളുമായി വരുമെന്നാണ് അവകാശപ്പെട്ടിരുന്ന പ്രതിപക്ഷ നേതാവ്. പക്ഷേ അതിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിപ്പിക്കുന്ന എക്സിറ്റ് പോൾ ട്രെൻഡുകൾ UDFന് അവകാശപ്പെടാനോ കഴിയുന്നുണ്ടോ? പകരം എന്താണ് അതിൻ്റെ ഒരു ട്രെൻഡ്? അതെന്ന് പറയുന്നത് ഒരു ഇഞ്ചോടിഞ്ചു മത്സരത്തിൻ്റെ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ന് വന്ന ടുഡേയ്സ് ചാണക്യയുടെ കണക്കുകൾ. കഴിഞ്ഞ തവണ 102 സീറ്റുകൾ വരെ, 84 മുതൽ 102 സീറ്റ് വരെ എന്ന് വെച്ചാൽ ആക്യുറേറ്റ് ആയിരുന്നു. 99 സീറ്റുകളാണ് LDFന് ലഭിച്ചത്. പ്രവചിച്ചവരാണ് ടുഡേയ്സ് ചാണക്യ. ആ ടുഡേയ്സ് ചാണക്യയുടെ കണക്കുകൾ നോക്കിയാൽ കാണുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച. LDFന് ഇക്കുറി 73 സീറ്റുകൾ വരെ നേടി അധികാരത്തിലെത്താം. അങ്ങനെ 73ലേക്ക് LDF എത്തിയാൽ UDFന് 60 സീറ്റുകളായിരിക്കും എന്ന നിലയിലാണ് പ്രവചനം. അപ്പോൾ എക്സിറ്റ് പോളുകൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ റെജി പറഞ്ഞതുപോലെ UDFൻ്റെ പ്രതീക്ഷകൾക്ക് കൂടുതൽ നിറം പകരുന്നതോ ആത്മവിശ്വാസം പകരുന്നതോ ആണോ? 100-ൽ പരം സീറ്റുകളുമായി ഒരു മികവുറ്റ വിജയം, അതിപ്പോൾ 2001 AK ആൻ്റണിയുടെ കാലത്തെ വിജയത്തെയൊക്കെ താരതമ്യം ചെയ്യാനാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നൊരു ചിത്രം 2011 പോലത്തെ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ഈ MLA-മാരുടെ പെർഫോമൻസ്, ഭരണവിരുദ്ധ വികാരമില്ല എന്ന ഒരു അന്തരീക്ഷം, ഇതൊക്കെ LDFന് വിന്നബിലിറ്റിയിലേക്ക് പോകാൻ, എക്സിറ്റ് പോളുകൾ പറയുന്നത് അപ്പുറത്തേക്ക് പോകാൻ കഴിയുമോ? UDFനെ യഥാർത്ഥത്തിൽ നിരാശപ്പെടുത്തുന്നതാണോ എക്സിറ്റ് പോളിലെ ഈ കണക്കുകൾ? ലാൽകുമാർ. അല്ല, ഇവിടെ വന്നിരിക്കുന്ന 1-2 വിഷയങ്ങളുണ്ട്. അതിപ്പം ഇന്നലെ വന്നിരിക്കുന്ന എല്ലാ എക്സിറ്റ് പോളുകൾക്കും ജനറലി ഒരു UDFന് ഒരു എഡ്ജ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കത് വളരെ എവിഡൻ്റ്ലി മനസ്സിലാക്കുന്ന കാര്യമാണ്. പക്ഷേ അത് എഡ്ജാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായ സംശയമുണ്ട്. നോക്കൂ, നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ, നമുക്ക് ഇലക്ഷൻ്റെ കാര്യത്തിൽ നമ്പേഴ്സ് വരുമ്പം നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ല. അത് ഞാൻ വ്യക്തിപരമായി അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം കേരളത്തിലെ ഒരു 10-35 സീറ്റെങ്കിലും എടുത്താൽ ആര് ജയിക്കുമെന്ന് പറയാൻ പോലും പറ്റാത്ത ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് ഇവർക്കത് എങ്ങനെ, നമുക്ക് പറഞ്ഞില്ലേ, പൊതുപ്രവർത്തകർ റോഡിലിറങ്ങി നിൽക്കുന്ന ആ മനുഷ്യർക്ക് അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല എങ്കിൽ ഈ പറയുന്ന എക്സിറ്റ് പോൾ അനാലിസിസ് പൊതുവേ തെറ്റുകയാണ് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സിറ്റ് പോൾ എടുക്കുക, നമ്മൾ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട്, CPM-മായി ബന്ധപ്പെട്ട് എക്സിറ്റ് പോളിനകത്ത് മനോരമ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് 78 സീറ്റാണ്. 78 സീറ്റിൽ CPM അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് 20 സീറ്റ് മുന്നിലോട്ട് 21 സീറ്റ് മുന്നിലോട്ട് പോയാണ് CPM അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഒരു കാരണവശാലും പൂർണ്ണമായും വർക്ക് ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കട്ടെ. എന്നാൽ വർക്ക് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം വളരെ ഡിസ്ക്രീറ്റായിട്ട് ആൾക്കാർക്ക് പറയാൻ പറ്റുന്ന ഒരു തരംഗമോ അല്ലെങ്കിൽ അങ്ങനൊരു
അറ്റ്മോസ്ഫിയറോ ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞത് അല്ലെങ്കിൽ ഈ പറയുന്ന തരംഗത്തിനുള്ള സ്കോപ്പ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് പാറ്റേൺ പറയാൻ പറ്റും. ഇവിടെ എനിക്കൊന്ന് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന ആ സമയത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ശൈലിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് നമുക്ക് വളരെ സിമ്പിളായി എത്ര ഇതിലേക്ക് എത്തും എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതി ഒരു പ്രവചനാതീതമാണത്. ലെഫ്റ്റിൻ്റെ ഫോഴ്സസിലുള്ള ആൾക്കാർ ഞാനിപ്പം നേതാക്കന്മാരുമായിട്ട് പലരുമായിട്ട് അതെ ഈ ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണല്ലോ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ വളരെ കൗതുകത്തിന് ഞാൻ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായവുമായി ബന്ധപ്പെട്ട് ഞാൻ രമേശ് ചെന്നിത്തലയെ നേരിട്ട് എനിക്ക് അദ്ദേഹത്തിനെ അറിയില്ല, പക്ഷേ രമേശ് ചെന്നിത്തലയുമായി ബന്ധമുള്ള ഒരാളോട് ഞാൻ സംസാരിച്ചപ്പം എനിക്ക് കിട്ടിയത് രമേശ് ചെന്നിത്തല ഇന്നലത്തെ എക്സിറ്റ് പോൾ കഴിഞ്ഞ ശേഷവും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള നമ്പർ 76, 78 ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ. അപ്പം അവർ തന്നെ ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് എടുക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് 78 അല്ലെങ്കിൽ 76 ഒക്കെയാണ്. 78, 76 എന്ന് പറഞ്ഞാൽ ആർക്കും എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. ഞാൻ പറയാൻ കാര്യം കഴിഞ്ഞ എക്സിറ്റ് പോളിന് മനോരമയുടെ എക്സിറ്റ് പോളിൽ ഞാൻ പങ്കെടുത്ത ഒരാളാണ്. ആ എക്സിറ്റ് പോൾ ഡിസ്കഷനകത്ത് അവർ പറഞ്ഞ തൃക്കരിപ്പൂർ ടൈറ്റാന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും തൃക്കരിപ്പൂർ സച്ചിൻ ദേവ് മത്സരിച്ച സ്ഥലം. പിന്നെ അതുപോലെ തന്നെ തൃത്താല പിന്നെ ഇച്ചിരി ടൈറ്റായിരുന്നു തന്നെ പറയാം. നമുക്ക് ഭയങ്കര ഒരു ക്ലോസ് കോൺടെസ്റ്റ് നടന്ന സ്ഥലമാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ ഇപ്പം കഴക്കൂട്ടം, നേമം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്ന് പറയുകയും അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻഡ് ഇസ് ദ റിസൾട്ട് വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു വാട്ട് വാസ് എക്സ്പെക്റ്റഡ്. എന്നുവെച്ചാൽ നേരെ ഓപ്പോസിറ്റായിട്ടൊരു കാര്യമാണ് ഉണ്ടായത്. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞാലേ കുറേ ആൾക്കാർ അനാലിസിസ് നടത്തി UDFന് ഒരു 6 പേര് 70 സീറ്റ് കിട്ടും, ആക്സിസ് ഇന്ത്യ ആണെങ്കിൽ അവർ 90-നോടടുത്ത് പരമാവധി കിട്ടുന്ന ഒരു സാഹചര്യവും പറഞ്ഞിട്ടുണ്ട്. ആ സാധനത്തിനെ ഞാൻ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നൊന്നുമില്ല, കാര്യം അങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാര്യം 4-ാം തീയതി നമുക്ക് റിസൾട്ട് അറിയാം. പക്ഷേ ഇതൊരു കൺക്ലൂസീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ, ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഗോയിങ് ടു റിഫ്ലക്റ്റ് ഇൻ ദ റിസൾട്ട്സ് എന്ന് ചോദിച്ചാൽ എനിക്കതിനകത്ത് വലിയ ഡൗട്ട്സ് ഉണ്ട്. കാര്യം ഈ ഡിസ്കഷനുകളിലെല്ലാം ഞാൻ പങ്കെടുത്തിട്ടുള്ളത് കൊണ്ട് എങ്ങോട്ട് വേണം തിരി. ഇപ്പം തൃത്താല മണ്ഡലം നമുക്ക് പറയാം, തൃത്താല മന്ത്രി MP രാജേഷ് പിടിച്ചെടുത്ത സ്ഥലമാണ്. ആ തിരിച്ചടിച്ച സ്ഥലത്തിൽ ഈ പ്രാവശ്യം ഭയങ്കരമായ ഫൈറ്റ് നടക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ കേട്ടു. അപ്പം ഞാൻ CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് അന്വേഷിച്ചപ്പോഴും അവിടെ നല്ലൊരു ഫൈറ്റുണ്ട്. എന്നിട്ട് അവർ പറയുന്ന റിപ്പോർട്ട് എന്നാ, അത് നല്ല മത്സരം നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ജയിച്ചു വരാനാണ് തന്നെയാണ് സാധ്യത. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒപ്റ്റിമിസം അതാണ്. അപ്പോൾ ഈ പറയുന്ന ഏറ്റവും മൈന്യൂട്ട് ലെവലിൽ ഒരു കഴിഞ്ഞ പ്രാവശ്യം MP രാജേഷ് ജയിച്ചത് തന്നെ എനിക്കൊന്ന് 23,000 വോട്ടിന് പറ്റാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഒരു ഉദാഹരണം, കഴിഞ്ഞ പ്രാവശ്യം പെരിന്തൽമണ്ണ എടുക്കൂ. പെരിന്തൽമണ്ണ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചത് 34 വോട്ടിനാണ്. അത് പിന്നെ തർക്കമായതാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്തൊന്നും ഈ പറയുന്ന നമ്പേഴ്സിൻ്റെ പ്രഡിക്ഷൻ, പ്രത്യേകിച്ച് 76, 75 ഒക്കെ പറയുന്നിടത്ത് ഈ 300, 400 വോട്ടുകൾക്ക് ജയിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് തീർച്ചയായും ഒരു കൺക്ലൂസീവ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിനകത്ത് ഒരു അപക്വതയുണ്ട്. പക്ഷേ അന്നാലും ഞാൻ പറഞ്ഞല്ലേ, എല്ലാവരും കോൺഗ്രസ്സിന് ഒരു എഡ്ജ് പറഞ്ഞു എന്ന് പറയുന്നത് നമ്മൾ പൊളിറ്റിക്സാണ് സംസാരിക്കുന്നത്, നമ്മൾ പൊളിറ്റിക്സിലാണ് നമ്മൾ എൻഗേജ് ചെയ്യുന്നത്. ഇന്നും നമ്മൾ പൊളിറ്റിക്സ് പറയും, നാളെയും പൊളിറ്റിക്സ് പറയും, 4-ാം തീയതി ജയിച്ചാലും തോറ്റാലും നമ്മൾ പൊളിറ്റിക്സ് പറയും, അതിനകത്ത് സംശയമില്ല. പക്ഷേ ഞാൻ ഇവിടെ ഒരു കാര്യം അതായത് ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ അതിൻ്റെ ഒരു ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്, നേരിയ മുൻതൂക്കം എന്നുള്ളത് പറയുമ്പോൾ തന്നെ അത് പ്രവചനാതീതമായ ഒരു ഇഞ്ചോടിഞ്ച് മത്സരത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് പ്രദാനം ചെയ്യുന്നത്. യാതൊരു സംശയവും കാര്യത്തിലില്ല. കാരണം ഈ 68, 69 അല്ലെ 71 എന്നൊക്കെ പറയുന്നത് എങ്ങനെയും മാറി മറിയാവുന്നതാണ്. ചെറിയ ഭൂരിപക്ഷത്തിനൊക്കെ, ചെറിയ വോട്ടുകൾക്കൊക്കെ അപ്രതീക്ഷിതമായ വിജയങ്ങളും അപ്രതീക്ഷിതമായ തോൽവികളുമൊക്കെ ഇത്തവണ പ്രതീക്ഷിക്കാം. അതേസമയം നോക്കൂ, കഴിഞ്ഞ തവണ നോക്കിയാൽ ഇതേ ടുഡേസ് ചാണക്യ ഞാൻ പറഞ്ഞില്ല 102 സീറ്റുകൾ, എല്ലാവരും ഏതാണ്ട് മലയാള മനോരമ ഒഴികെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട സർവേകളും LDFന് കൊടുത്തത് തുടർ ഭരണവും മികവുറ്റ ഒരു വേവിൻ്റെ സ്വഭാവം തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത്തവണ നോക്കൂ, UDFന് അങ്ങനെ ഒരു ക്ലെയിം എടുക്കാൻ പോലും കഴിയാത്ത വിധമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ തുടക്കത്തിൽ പറഞ്ഞ കഷ്ടിമുഷ്ടിയാണ് നിൽക്കുന്നത്. അതാണ് 76, 78 എന്ന നിലയിൽ. അതിലേക്കെത്തണമെങ്കിൽ, ആ നമ്പറിലേക്ക് എത്തണമെങ്കിൽ കോൺഗ്രസിന് എത്രമാത്രം സഞ്ചരിക്കണം? അതിലേക്ക് ഒരുപക്ഷെ 99-ൽ നിന്ന് കുറേയേറെ MLA-മാർ തോറ്റാൽ പോലും LDFന് കുറെ കൂടി സേഫായി സിറ്റിംഗ് MLA-മാർ കുറേയൊക്കെ തോൽക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാൽ പോലും ഭരണം നിലനിർത്താൻ LDFന് കുറെ കൂടി, കാരണം ഭരണവിരുദ്ധ വികാരമില്ല. അപ്പോൾ ഭരണം നിലനിർത്താൻ LDFനാണോ കൂടുതൽ സൗകര്യപ്രദം, അതോ ഈ 20-ൽ നിന്ന് ജയിച്ചു കയറി വരുന്ന കോൺഗ്രസിനാണോ കൂടുതൽ എളുപ്പം? ആലോചിച്ചു പോകുന്നൊരു ഘടകമാണല്ലോ അത്. എനിക്ക്
ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഈ എക്സിറ്റ് പോളിനെ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചതിൻ്റെ ഒരു കമ്പാരിസൺ നടത്തിക്കൊണ്ട് ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. നോക്കൂ, ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കിൽ ഞാൻ ഒരു കാരണവശാലും ഞാൻ വിശ്വസിക്കാത്ത ഒരാളാണ്. വൈ? ബിക്കോസ് അവർ തമിഴ്നാട്ടിൽ പറഞ്ഞിരിക്കുന്ന TVK 100+ ആണ്. ആ 100 അവർ അധികാരത്തിലേക്ക് വരുമെന്നുള്ളതാണ് അവരുടെ പ്രഡിക്ഷൻ അല്ലെങ്കിൽ എക്സ്ട്രാപ്പൊളേഷൻ. ആ എക്സ്ട്രാപ്പൊളേഷനോട് എനിക്ക് വലിയ യോജിപ്പുള്ള ഒരാളല്ല. കാര്യം തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്നത് ഈ പറയുന്ന തമിഴ്നാട് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു അർബൻ ഫിനോമിനനായിട്ട് TVK മാറിയിട്ടുണ്ടെങ്കിലും റൂറൽ തമിഴ്നാടുവിലേക്ക് അത്രത്തോളം ഇൻട്രോഡ്സ് വന്നിട്ടില്ല TVK എന്നുള്ളത്. ആ ഒബ്സർവേഷനോട് ചിലപ്പം എന്നോട് റെജീൻ യോജിക്കും. കാര്യം നമ്മൾ അവിടെ ഒരുമിച്ചാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അവിടെ TVKയുടെ ഈ പറയുന്ന ഇൻട്രോഡ്സ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ദാറ്റ് ഈസ് നോട്ട് മച്ച്. ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന ഹിൻഡർലാൻഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതല്ല അർബൻ സെൻറ്ററിലേക്ക് വരുമ്പോൾ. അപ്പം എനിക്ക് ഈ പറയുന്ന കാര്യത്തോട്, ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സ്ട്രാപ്പൊളേഷനോട് എനിക്ക് വളരെയധികം വിയോജിപ്പുണ്ട്. അവിടെ ടുഡേസ് ജാനകിയ പറഞ്ഞത് സത്യത്തിൽ ഇച്ചിരൂടെ ലോജിക്കലാണ്. TVKക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്, DMK തന്നെ തിരിച്ചു വരും. ആ നമ്പേഴ്സ് ഇന്ന് താങ്കൾ നോക്കിയാൽ മനസ്സിലാവും. അത് ബംഗാളിലെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാവരും BJP അധികാരത്തിൽ വരുന്നത് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ കേരളത്തിലെ ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന 90 നമ്പർ അല്ലെങ്കിൽ മാക്സിമം 90 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തിച്ച ആ എക്സിറ്റ് പോൾ പ്രോസസ്സിനെ കുറിച്ച് എനിക്ക് നല്ല സംശയമുണ്ട്. അതിൻ്റെ എത്രമാത്രം അത് രസകരമായി എത്രത്തോളം നമുക്ക് പറയാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ താങ്കൾ വന്ന ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിൽ നോക്കൂ, നമുക്കൊരു റഫ് കാൽക്കുലേഷൻ ഉണ്ടല്ലോ. ഒരു 57-58 സീറ്റ് CPMന് അങ്ങനെ തോക്കുന്ന സീറ്റുകളെ അല്ല. ഞാൻ പറഞ്ഞ ഈ 21-ാം നൂറ്റാണ്ട് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 58 സീറ്റിൽ കേരളത്തിൽ CPM തോറ്റിട്ടേ ഇല്ലാത്ത സീറ്റുകളാണ്. അത് താഴെ നമ്മൾ പോയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ MLAമാരുടെ പെർഫോമൻസ് അത് വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആണെന്നുള്ള പെർഫോമൻസാണ് പലപ്പോഴും. ഇപ്പം നമ്മൾ പ്രണവ് റോയിയോ അല്ലെങ്കിൽ രാജ്ദീപ് സർദേശായിയോ ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് 10 വർഷം കൊണ്ട് ഒരാൾ ഒരു മുന്നണി ഭരിക്കുന്നതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാകാം. പക്ഷേ അവരാരും നെഗറ്റീവ്, ഒരു ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല. കോൺഗ്രസ് പറയുന്നതല്ല ഞാൻ പറഞ്ഞ രാജ്ദീപ് സർദേശായി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു 15 മിനിറ്റ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു വീഡിയോ തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നത്, നമുക്ക് ഒരു ലോങ് റണ്ണിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഒരു പാർട്ടി തന്നെ ഭരിക്കുന്നതിൻ്റെ ഒരു മൂഡ് ചിലപ്പോൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. കാര്യം ഒരു വെറൈറ്റിയുടെ വ്യത്യാസം ചിലപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയേക്കാം അവരെടുക്കുന്ന സാമ്പിൾസിൽ നിന്ന് പറയുന്നതാണ്. പക്ഷേ ഒരു കാരണവശാലും പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെയോ പിണറായി വിജയൻ്റെ മന്ത്രിമാർക്കെതിരെയോ MLAമാർക്കെതിരെയോ ഈ പറയുന്ന ഒരു വികാരവും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ പറയുന്ന പിണറായി വിജയനുള്ള ബാരിയർ അല്ല, ഈ സ്റ്റോപ്പേജ് അല്ല, ബ്രേക്കിംഗ് പോയിന്റുകൾ പലതാണ്. ആദ്യം ഒന്ന് MLAമാർ, ഈ പറയുന്ന പാർട്ടി സിസ്റ്റം, പിണറായി വിജയൻ്റെ ഇമേജ്, മന്ത്രിമാരുടെ ഇമേജ്, ഇങ്ങനെ പല 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 സ്റ്റോപ്പേജസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് മുന്നോട്ട് ഒരിക്കലും നമ്മൾ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരിക്കലും വരത്തില്ലെന്നൊക്കെ പറയുന്നത് ചിലപ്പം അബദ്ധമായി പോകും. പക്ഷേ അത് ഇവർ പറയുന്ന രീതിയിൽ, സതീശൻ പറയുന്ന രീതിയിൽ 100ഉം ഒന്നും ഇല്ല. അതിപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ഏതാണ്ട് ഒരു അക്സെപ്റ്റഡ് ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അവർ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു 75-80 ഒക്കെ അവർ തന്നെ പ്രതീക്ഷിക്കുന്നത്. ആ 75-80 നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവർ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് ഐ ആം ഗോയിങ് ടു വിൻ, ദിസ് പൊളിറ്റിക്കൽ പാർട്ടി ഈസ് ഗോയിങ് ടു റൂൾ ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. പിന്നെ ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ദ പാർട്ടീസ് എന്ന് മാത്രമേ പറയാനൂ. അത് ജനാധിപത്യത്തിൽ അങ്ങനെ തന്നെ വേണം താനും. ഞാൻ ശ്രീ റജിയിലേക്കാണ് വരുന്നത്. ശ്രീ റജി, ഞാൻ ഒരു കാര്യം പറയും. ഇപ്പോൾ 2010 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല തിരിച്ചടി ഉണ്ടായതിനു ശേഷം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തി വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലായാലും സീറ്റിൻ്റെ കാര്യത്തിലായാലും LDF. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വോട്ട് ഷെയറും സീറ്റും മെച്ചപ്പെടുത്തിയാണ് 2016 LDF അധികാരത്തിൽ വന്നത്. 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിലെ സീറ്റ് ഷെയറും വോട്ടും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് 2021 LDF വീണ്ടും അധികാരത്തിൽ വന്നത്. 2025 ഡിസംബറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പൊളിറ്റിക്കൽ ക്ലൈമറ്റേ അല്ല 2026 ഏപ്രിൽ മാസം 9 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മാസങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് പിന്നിൽ നിന്ന് 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഭിന്നമായി, 25 ഡിസംബറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഭിന്നമായി, 26 ഏപ്രിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇടതുമുന്നണി എന്ന ഭരണമുന്നണിയും മുഖ്യമന്ത്രിയും കുറേ കൂടി കൺവിൻസിംഗ് ആയ ആളുകളുടെ ആ ഒരു
തിരിച്ചടിയുടെ ഒരു അന്തരീക്ഷത്തെ ഒക്കെ മാറ്റി പൊളിറ്റിക്കലി മുന്നോട്ട് പോയി എന്ന് ഏവരും ബോധ്യപ്പെടുന്നതും സമ്മതിക്കുന്നതുമായ ഒരു ഘടകമാണ്. തർക്കത്തിന് പോലും അതിന് സ്കോപ്പില്ലാത്തതാണ്. അത് ഈ എക്സിറ്റ് പോളിൽ പ്രതിഫലിക്കുന്നുണ്ട്. കാരണം അങ്ങനെ അന്ന് പോലും 58 സീറ്റുകളാണ് മലയാള മനോരമ പോലും LDF, അതാണ് നേരത്തെ ലാലു പറഞ്ഞത്. ആ 58-ൽ നിന്ന് മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത് ടുഡേസ് ചാണക്യ പറയുന്നത് 73 സീറ്റുകൾ വരെ നേടി അധികാരത്തിലെത്താം എന്നിന്ന് പറയുന്നു. ആ നിലയിലേക്ക് കംഫർട്ടബിളായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്ന ഈ സർവേകളുടെ ഒരു സൂചന കൂടി ഞാൻ റജിക്ക് മുമ്പാകെ വെക്കാം. ആ കാർഡൊന്ന് കണ്ടു നോക്കൂ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഞ്ചോടിഞ്ച് ഫൈറ്റ്, വേണമെങ്കിൽ UDF നേരിയ മുൻതൂക്കം എന്ന് പറയുമ്പോൾ തന്നെ ഈ സർവേകളിൽ നേരത്തെ ആക്സിസ് മൈ ഇന്ത്യ ഏറെക്കുറെ റിലേ ചെയ്യാവുന്ന ഒന്നാണ് എന്ന് പറയുന്ന ആക്സിസ് മൈ ഇന്ത്യ, അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ അവിടെ പിണറായി വിജയനാണ് 33%, ശതമാനക്കണക്കിലാണ്. VD സതീശന് 21% മാത്രമാണ്. പിണറായി വിജയൻ 33%. ഇതാണ് പറഞ്ഞത്, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനെ, പ്രതീക്ഷയെ പ്രതിപക്ഷത്തിന് വെച്ചു പുലർത്താൻ കഴിയില്ല എന്നതിൻ്റെ വളരെ സുപ്രധാനമായ ഒരു ട്രെൻഡല്ലേ ഇത്? ഞാനൊരു പ്രധാനപ്പെട്ട അക്കാദമിക് ഇൻട്രസ്റ്റോടു കൂടി തന്നെ ഒരു വിഷയം താങ്കളുടെ മുമ്പാകെ വെക്കുകയാണ്. നോക്കൂ ശ്രീ ശരത്ത്, അങ്ങയുടെ നിരീക്ഷണങ്ങളിലെ ഒരു വൈരുദ്ധ്യമുണ്ട്. എന്താണ് ആ വൈരുദ്ധ്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ ആക്സിസ് മൈ ഇന്ത്യ കഴിഞ്ഞ തവണ അവരുടെ പ്രഡിക്ഷൻ ഏകദേശം ഒരു കറക്റ്റ് ലെവലിലേക്ക് വന്നിരുന്നു. അവരിപ്പോൾ 78 മുതൽ 90 സീറ്റ് വരെയാണ് UDFന് പറയുന്നത്. അവർ കഴിഞ്ഞ പ്രാവശ്യം 20 മുതൽ 36 സീറ്റ് വരെയാണ് UDFന് പറഞ്ഞിരുന്നത്. അത് ഏതാണ്ട് അടുത്ത് വന്നിരുന്നു. അതുപോലെ LDFന് 104 മുതൽ 120 സീറ്റ് വരെയാണ് കഴിഞ്ഞ തവണ അവർ പറഞ്ഞിരുന്നത് 2021. ഇത്തവണ 49 മുതൽ 62 വരെയാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രഡിക്ഷൻ വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആ പ്രഡിക്ഷൻ ഏകദേശം എന്താണ് UDFന് അനുകൂലമായിട്ട് വ്യക്തമാണെന്ന് നമുക്ക് കഴിഞ്ഞ തവണ 102 മുതൽ 120 വരെ LDFന് അവർ പ്രൊഡിക്റ്റ് ചെയ്തെങ്കിൽ അത് തെറ്റാണ്. കാരണം അതിനും പിന്നിലാണ് ടുഡേസ് ചാണക്യ പറഞ്ഞത് 102 വരെ എന്നാണ്. അപ്പോൾ 99 കിട്ടി. ഇവർ അതിനപ്പുറത്താണ് പോയത്. 120 വരെ എന്ന് പറഞ്ഞത് വലിയ വ്യത്യാസം അതിലുണ്ട്. 104 ഏറ്റവും ലോസ്റ്റ് ആയിട്ട് പറഞ്ഞത്. കഴിഞ്ഞ 99 സീറ്റ് കിട്ടിയല്ലോ LDFന്. അല്ല, ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ. ഇവരുടെ വളരെ സിഗ്നിഫിക്കൻ്റ് അല്ലേ, 10 വർഷമായി ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് 33% ആളുകൾ ഒരു സുപ്രധാനമായ എക്സിറ്റ് പോളിൽ പറയുന്നു എന്ന് വെച്ചാൽ ഏത് നിലയിൽ അതിനെ കാണണം? അത് വളരെ, അതിപ്പോൾ രാഷ്ട്രീയമായ എതിർപ്പുകൾക്കപ്പുറത്തേക്ക് സൂക്ഷ്മമായി വിലയിരുത്തേണ്ട ഒരു ടൂൾ അതിലില്ലേ? പരിശോധിക്കേണ്ടതല്ലേ അത്? അങ്ങയുടെ പ്രേക്ഷകർക്ക് സന്തോഷകരമായിട്ടുള്ള അത്തരം വ്യാഖ്യാനങ്ങൾ അങ്ങേക്ക് നൽകാം. അതിലൊന്നും ഞാൻ അതിനൊക്കെ ബഹുമാനായ നമ്മുടെ ലാൽ അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇത് കോൺക്രീറ്റ് ആയിട്ട് കൺക്ലൂസീവായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ള വാദത്തോട് തന്നെയാണ് എനിക്ക് യോജിപ്പ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഒരു വ്യത്യാസമുണ്ട്. ഭരണവിരുദ്ധ വികാരം അധികം പ്രകടമാകുന്നില്ല എന്ന് പറഞ്ഞതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. അത് ഞാൻ പറയാം. ഞാൻ വൈരുദ്ധ്യം എന്ന് പറഞ്ഞത്, അതായത് ശ്രീ ശരത്ത് പറഞ്ഞതിൽ 2 വൈരുദ്ധ്യം എന്ന് പറഞ്ഞത്, LDF അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ LDF വലിയ മുന്നേറ്റം നടത്തി. അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് അതിനേക്കാൾ വലിയ മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. കറക്റ്റാണ്. അങ്ങനെ വരുമ്പോൾ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 65% വർധനവാണ് UDF കൈവരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇനി അതുമാത്രമല്ല, 2021 ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ക്രമാനുഗതമായി വലിയ മുന്നേറ്റം നടത്തുവാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. ആ മുന്നേറ്റത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ വരുന്ന ഈ അസംബ്ലി ഇലക്ഷൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങയുടെ വ്യാഖ്യാനത്തിൽ തന്നെ, അങ്ങയുടെ നിരീക്ഷണം തന്നെ കടമെടുക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുന്നേറ്റം അതേ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ പ്രതിഫലിക്കും. അത് ഉറപ്പാണ്. ഇനി പിന്നെ ഭരണവിരുദ്ധ എന്നെ മിസ്കോട്ട് ചെയ്തതാണ് റജി. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എന്നെ മിസ്കോട്ട് ചെയ്തതാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. സോറി, ഒരു നിമിഷം. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് LDFൻ്റെ പെർഫോമൻസിൽ ഈ 2010, 2015, 2020 തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ ആ പെർഫോമൻസിനേക്കാൾ മെച്ചപ്പെട്ട പെർഫോമൻസ്, അതിപ്പോൾ 15ലും 20ലും തദ്ദേശത്തിൽ തന്നെ മികച്ച പെർഫോമൻസ് ആയിരുന്നു LDFന്. അതിലും മികച്ച പെർഫോമൻസിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോയി. 2010 നല്ല തിരിച്ചടി, ഇതിനേക്കാൾ ശക്തമായ തിരിച്ചടി നേരിട്ടിരുന്നു LDF. ആ 2010 ശേഷം 11ലേക്ക് പോകുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നുവെങ്കിലും 68 സീറ്റിലേക്ക് വരുന്ന വളരെ വലിയൊരു മാറ്റത്തിലേക്കും മുന്നേറ്റത്തിലേക്കും നെക്ക് ടു നെക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയാം, നമ്മളിപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ലാലു പറഞ്ഞു 2011നെയും 2026നെയും കമ്പയർ ചെയ്യുന്ന നിലയിലാണ് കേരളം നിൽക്കുന്നത്. അങ്ങനെ
പെർഫോമൻസ് ബെറ്റർ ആക്കാൻ കഴിഞ്ഞു, വോട്ട് കൂട്ടി, സീറ്റ് കൂട്ടി എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ പൊസിഷൻ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും എന്നല്ല പറഞ്ഞത്. അതും ഞാൻ പറഞ്ഞു. ഡിസംബറിലെ പൊളിറ്റിക്കൽ ക്ലൈമറ്റേ അല്ല ഏപ്രിലിൽ തെരഞ്ഞെടുപ്പിൽ LDFന് ആ അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിഞ്ഞു, UDFന് ആ അഡ്വാൻറ്റേജ്, ഡിസംബറിലെ അഡ്വാൻറ്റേജ് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 2016 ശേഷം LDF വോട്ട് നില മെച്ചപ്പെടുത്തുകയും 2021 തുടർ ഭരണം സാധ്യമാവുകയും ചെയ്തു. എന്നാൽ 2021 ശേഷം 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാകട്ടെ, 2025 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാകട്ടെ, അതിന് ശേഷം നടന്ന ഏതാണ്ട് 4 ഉപതെരഞ്ഞെടുപ്പുകളിലാകട്ടെ, UDF വലിയ മുന്നേറ്റമല്ലേ നടത്തിയത്, വലിയ വോട്ട് മാർജിൻ പോലും അല്ലേ വരുത്തിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങയുടെ തന്നെ കാൽക്കുലേഷൻ, അങ്ങനെയാണെങ്കിൽ എക്സിറ്റ് പോളുകൾ ഇപ്പോൾ തരംഗമല്ലേ പറയേണ്ടത്? ഇതല്ലേ കേസ്? നിങ്ങൾ 24-ഉം 25-ഉമാണ് ഉദാഹരിക്കുന്നതെങ്കിൽ 26-ൽ ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പറയേണ്ടത് എത്രയാണ്? 100+ പറയണം. നേരത്തെ VD സതീശൻ അവകാശപ്പെട്ടതുപോലെ അതില്ലല്ലോ, അതാണ് പ്രശ്നം. എന്നിട്ടും ഇന്ന് ടുഡേ ചാണക്യ പറഞ്ഞ എന്താണ്? 73 സീറ്റുകൾ വരെ നേടി LDFന് അധികാരത്തിൽ തുടരാൻ കഴിയും, അങ്ങനെ വന്നാൽ UDFന് കിട്ടുക 60 സീറ്റായിരിക്കും എന്ന് പറയുന്ന നിലയിലേ ഉള്ളൂ. അതല്ലേ എൻ്റെ പോയിന്റ്? അതല്ലേ? അതെ, അത് അങ്ങേക്ക് ഒരു 72 മണിക്കൂർ കൂടി ആ ഒരു വിശ്വാസം കാര്യമില്ലല്ലോ. അതിപ്പം ആരുടെ സൗജന്യ ഔദാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അതറിയാൻ പറ്റും. അത് നല്ല രസമായിപ്പോയി. ശരി, നമുക്കൊന്ന് വസീഫിനെ കൂടി ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാം. ശ്രീ വസീഫ്, എക്സിറ്റ് പോളൊക്കെ പുറത്തു വന്നതിന് ശേഷം നമ്മൾ സംസാരിക്കുന്നത് ആദ്യമായതുകൊണ്ട് എന്താണ് വസീഫ് അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആദ്യം ഒന്ന് കേൾക്കട്ടെ. അതിൽ ഇന്നലെ വന്നതിൻ്റെ തുടർച്ചയിൽ ഇന്ന് വന്നിട്ടുള്ള ടുഡേസ് ചാണക്യയാണ്. ടുഡേസ് ചാണക്യ കൊടുത്തിരിക്കുന്ന പ്രഡിക്ഷൻ അനുസരിച്ച് LDFന് പരമാവധി ഒരു എക്സ്റ്റൻഷനാണല്ലോ എപ്പോഴും പറയുക, പരമാവധി 73 സീറ്റുകൾ എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ 73 സീറ്റ് എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിനും അപ്പുറം അങ്ങനെ നേടി അധികാരത്തിൽ വരാൻ കഴിഞ്ഞാൽ UDFന് ലഭിക്കുന്നത് 60 സീറ്റുകളായിരിക്കും. ഇതിൻ്റെ ഒരു ട്രെൻഡ് എന്താണ്? ട്രെൻഡ് എന്ന് പറയുന്നത് UDFന് ഒരു അബ്സല്യൂട്ടായിട്ട് ഭരണമാറ്റത്തിലേക്ക്, UDF അധികാരത്തിലേക്ക് വരുന്നു എന്ന ഒരു പ്രതീതി ഈ എക്സിറ്റ് പോൾ ആകെ നൽകി കഴിഞ്ഞോ? UDF ഏതാണ്ട് അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. എക്സിറ്റ് പോൾ കഴിയുമ്പോൾ അത് ആ നിലയിൽ ഉൾക്കൊള്ളുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുന്നുണ്ടോ? LDF അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അത് ഇപ്പോൾ ഈ വരുന്ന എക്സിറ്റ് പോളുകളുടെയൊക്കെ ഒരു വിശ്വാസ്യതയൊന്നും അങ്ങനെ പൂർണ്ണമായിട്ടും നമ്മളാരും ചോദ്യം ചെയ്യുന്നില്ല. അതൊക്കെ പല കാരണങ്ങളാവാം. അവരെടുക്കുന്ന സാമ്പിളുകൾ, അവരുടെ നിരീക്ഷണങ്ങൾ ഒക്കെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് വെക്കുന്നതാണ് ഈ എക്സിറ്റ് പോൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാ എക്സിറ്റ് പോളുകളിലും ഒരു നേരിയ മുൻതൂക്കം UDFന് അവർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലില്ല എന്ന് തന്നെയാണ്. ഒരു 115 ദിവസം മുമ്പ്, ഒരു 118 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് കിട്ടാവുന്ന ഒരു വലിയ അടി അല്ലെങ്കിൽ വലിയ തിരിച്ചടി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയൊരു വോട്ട് ഷെയറിലെല്ലാം വലിയൊരു കുറവ് അതിലുണ്ടായിട്ടുണ്ട്. UDFും LDFും തമ്മിലുള്ളൊരു വ്യത്യാസവും നമ്മൾ കണ്ടതാണ്. ആ വ്യത്യാസത്തിൽ തന്നെ ഒരു മെജോറിറ്റി വോട്ടും വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ബാക്കി കുറച്ച് വരുന്നത് ഒരു കാര്യമായിട്ടൊരു 1.25 ലക്ഷത്തിനടുത്ത് വരുന്നത് എറണാകുളം ജില്ലയാണ്. ബാക്കി എല്ലായിടത്തും കൂടിയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആ സാഹചര്യത്തിൽ നിന്ന് കേരളത്തിലെ ഇടതുപക്ഷം മെച്ചപ്പെട്ടോ ഇല്ലേ എന്നുള്ളതാ ചോദ്യം. ആർക്കും അറിയാലോ മെച്ചപ്പെട്ടതാണ് എന്നുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അന്ന് കിട്ടിയതിനേക്കാൾ കുറവ് വോട്ട് കിട്ടാനുള്ള എന്ത് സാഹചര്യമാണ് കേരളത്തിൽ ഉടലെടുത്ത് വന്നത്? ഒരു സാഹചര്യം ഉടലെടുത്ത് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ചുകൂടി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള വാർത്തകളും അതിനനുസരിച്ചുള്ള ഒരു അന്തരീക്ഷവുമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർവേയുടെ അപ്പുറത്തേക്ക് ഒരു 80 സീറ്റിനടുത്തേക്ക് ഇടതുപക്ഷം നേടും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതിലേക്കാണ് വരാനുള്ള എല്ലാ സാധ്യതയും. കാരണം നേരത്തെ വന്ന ആ ഒരു ഇടിവ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒക്കെ വോട്ട് വെച്ച് നോക്കിയാൽ തന്നെ ഒരു സീറ്റ് ഇടതുപക്ഷത്തിനുണ്ട്. അത് 1-ൽ കൂടാനല്ലേ സാധ്യതയുള്ളൂ എന്ത് സംഭവിച്ചാലും. ഇപ്പോൾ ഞങ്ങളുള്ള കോഴിക്കോട്, എല്ലാവരും പറയുന്നത് കോഴിക്കോട് അപ്പാടെ അങ്ങ് ഒലിച്ചു പോകും, തോറ്റുപോകുന്ന. ഇന്ന് വേറൊരാൾ വന്നിട്ട് മൊട്ടയടിച്ച് മറ്റേ കമ്മലിട്ട് നടക്കും എന്ന് പറയാം. അപ്പോൾ അതൊക്കെ സംഭവിക്കുമോ? ബേപ്പൂര്, എലത്തൂര്,
പേരാമ്പ്ര, അല്ല അപ്പോ കുന്നമംഗലം, അൻവർ കമ്മലിട്ട് മൊട്ടയടിച്ച് കുറ്റ്യാടി, നടക്കേണ്ടി വരുമെന്നാണോ വസീഫ് പറയുന്നത്? മണ്ഡലങ്ങൾ ഇവിടെ ഇല്ലേ? അല്ല, അദ്ദേഹത്തിന് എങ്ങനെ നടക്കാലോ? അദ്ദേഹത്തെ നമുക്ക് അറിയുന്നല്ലേ, എന്തും പറയാം, എന്തും ചെയ്യാം. അദ്ദേഹത്തെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നത്? ഓരോ അവസരത്തിൽ എന്തെങ്കിലും വിളിച്ചു പറയാം. അല്ലെ, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കോട്ട് പറയാം. അങ്ങനെ വസീഫ്, അതിലെ പ്രശ്നം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ പ്രകാശിപ്പിക്കാനാണ് അങ്ങനെ ഒരു വലിയ ചലഞ്ച് എടുത്തു വെച്ചത്. അപ്പോൾ ബേപ്പൂരിന്റെ സ്ഥിതി എന്താകും? ഏതായാലും കോഴിക്കോട് നിന്നുകൊണ്ട് കോഴിക്കോടിനെ കുറിച്ച് ആ വിഷയം തന്നെ വസീഫ് എടുത്തിട്ടല്ലോ. കോഴിക്കോട്ടേക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കി അധികാരത്തിൽ വരാമെന്നാണ് UDF കരുതുന്നത്. പ്രതിജ്ഞ ചെയ്യാൻ പോയതാ. പറഞ്ഞോളൂ. അതാ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ എലത്തൂര് നോർത്ത്, ഇവിടെ കോഴിക്കോട്, ബാലുശ്ശേരി, ഇതൊക്കെ നമുക്ക് മേൽക്കൈയുള്ള മണ്ഡലങ്ങളല്ലേ? അവിടെയെല്ലാം വലിയ വോട്ടിന് ഇടതുപക്ഷം ജയിക്കില്ലേ എന്ത് തന്നെ ആയാലും? പിന്നെ പേരാമ്പ്ര, അപ്പോൾ എത്രയായി? കുന്നമംഗലം, കുറ്റ്യാടി, പേരാമ്പ്ര ഉറപ്പാണോ? കൊയിലാണ്ടി, ഇതൊക്കെ ഇവിടെയുള്ള മണ്ഡലങ്ങളല്ലേ? അവിടെ പേരാമ്പ്ര എന്ത് സംശയം? അവർക്ക് തന്നെ ഈ UDF അകത്ത് തന്നെ പേരാമ്പ്ര ഇടതുപക്ഷം ജയിക്കുന്ന ഉറപ്പല്ലേ? ഉറപ്പിച്ച് പറയല്ലേ? അപ്പൊ അതൊക്കെ ഒരു അവിടെയൊക്കെ ഒരു പരാജയം ഉണ്ടാകും എന്ന് പറയുക എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഒരു വലിയ വേവ് UDF അനുകൂലമായിട്ട് ഉണ്ടാവണ്ടേ? അത് എക്സിറ്റ് പോളിൽ കണ്ടിട്ടില്ല, വന്നിട്ടില്ല. അത് പറയാതെ എങ്ങനെ ഇവർ വരുന്നത്? പിന്നെ ഇവർ പറയുന്നത് അങ്ങനെ കാണുന്നില്ല. പിന്നെ ഇവർ പറയുന്നത് മധ്യ കേരളത്തിലാണ്. മധ്യ കേരളത്തിൽ വലിയ ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ സീറ്റ് ഉണ്ടാവില്ല. എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? ഇപ്പൊ തൃശ്ശൂര്, എറണാകുളം മാറ്റി വെക്കുക, അവർ പറയുന്ന ഒരു രീതിയിലേക്ക് പോകും. തൃശ്ശൂര് ഏത് സീറ്റിലാണ് CPM ഇടതുപക്ഷം പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുക? പരമാവധി ഒരു ടൈറ്റ് ഫൈറ്റ് ആയിട്ട് തന്നെ പറയുക, നമ്മളൊരു 3 സീറ്റോ ഇനി പോട്ടെ 4 സീറ്റോ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഒരു ടൈറ്റ് ഫൈറ്റ് ആയിട്ട് തന്നെ ഒരു മത്സരം എന്ന് പറയുന്നത് അതിനപ്പുറത്തുണ്ടാവും. പാലക്കാട് എത്ര ഉണ്ടാവും? അപ്പോൾ നമ്മൾ ഒരു പൊതു നിരീക്ഷണം നടത്തുമ്പോൾ ഒറ്റ അടിക്ക് തന്നെ, അല്ലെങ്കിൽ ഒരു പ്രാഥമികമായിട്ട് തന്നെ നമുക്ക് ഈ എക്സിറ്റ് പോളുകൾ വിശ്വാസയോഗ്യമല്ല എന്ന് പറയാൻ സാധിക്കും. ഇപ്പം ഇവർ പറയുന്നത് പോലെ മധ്യ കേരളത്തിൽ 10 സീറ്റിനടുത്ത് അങ്ങനെയാണോ ഇടതുപക്ഷത്തിന് കിട്ടുക? തൃശ്ശൂരും പാലക്കാടും വലിയ രീതിയിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കില്ലേ? അല്ലാത്ത എന്ത് സാഹചര്യമാണ് ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളതല്ലേ നമ്മൾ കാണേണ്ടത്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി നമ്മൾ പരിശോധിക്കണ്ടേ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് തന്നെയല്ലേ ഈ കേരളത്തിലെ ജനങ്ങളും ഈ പറയുന്ന എല്ലാ നിരീക്ഷകരും വിശ്വസിക്കുന്നത്? പിന്നെ തെക്കോട്ട് പോവുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം പോലെയുള്ള സ്ഥലങ്ങളിൽ എവിടെയാ അങ്ങനെ ഒരു വലിയ നഷ്ടമുണ്ടാകുക എന്ന് പറയുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ UDF അനുകൂലമായി ഒരു വലിയ വേവ് ഉണ്ടാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇവർ പറയുന്നത് ഓരോ മതവിഭാഗങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് അങ്ങനെ UDF അനുകൂലമായി പോയി. നമ്മളൊക്കെ ഇതിൽ ഇടപെട്ട ആളുകളല്ലേ തെരഞ്ഞെടുപ്പിലൊക്കെ? ഈ പറയുന്ന വിഭാഗങ്ങൾക്കിടയിലൊക്കെ ജീവിക്കുന്നവരല്ലേ? എവിടെയാ അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായത്? നമ്മളെവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു UDF അനുകൂലമായി ഒരു വിഭാഗം ചിന്തിച്ചു, അതിനുവേണ്ടി അങ്ങനെ ഒരു ഇടപെടൽ നടന്നു എന്നൊക്കെ പറയാൻ പറ്റും? വസീഫ്, ഞാൻ ഒന്ന് വരാം. റജീദ, ഇത് കേട്ടല്ലോ. ഇതാണ് മുമ്പ് ഞാൻ ലാൽകുമാറിനോട് ഈ എക്സിറ്റ് പോളുകളൊക്കെ അസ്ഥാനത്താകുമെന്ന് തന്നെയാണ്. ശരി, ഞാൻ താങ്കളേക്ക് പറയാം. എക്സിറ്റ് പോൾ അല്ല, എക്സാറ്റ് പോൾ. ഇന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞതാണ്. എക്സാറ്റ് പോള് അതിലാണ് LDFന്റെ കൃത്യമായ പ്രതീക്ഷ എന്ന് പറഞ്ഞു വെച്ചു. അദ്ദേഹം ബേപ്പൂരിനെ കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞ തവണ കിട്ടിയ റെക്കോർഡ് വോട്ടിനപ്പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞപ്പോഴാണ് അൻവർ ഈ പറഞ്ഞതുപോലെയൊക്കെയുള്ള ചില വനവാസത്തിൻ്റെ VD സതീശൻ പരാമർശങ്ങൾക്ക് ഒപ്പം പിടിക്കാൻ പാകത്തിന് അടുത്ത പന്തയവുമായിട്ട് ഇറങ്ങിയത്. തലമുട്ടയടിച്ച് കമ്മലിട്ട് മിഠായി തെരുവിലൂടെയോ മറ്റോ ഒക്കെ നടക്കും എന്നാണ് അൻവർ പറഞ്ഞത്. ബേപ്പൂര് ആ നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ തികഞ്ഞ പ്രതീക്ഷയെക്കുറിച്ച് കൂടിയാണ് ഇപ്പോൾ വസീഫ് സംസാരിച്ചു വെച്ചത്. അത് തന്നെ ഒരു ഉദാഹരണമായി എടുക്കാം. റജി, നോക്കൂ, ഒരു ടൈറ്റ് ഫൈറ്റ് വന്നാലും ഒരു ജില്ലയിൽ 3-4 മണ്ഡലങ്ങൾ പോയാലും, ഞാൻ പറഞ്ഞത് LDFന് അങ്ങനെ എടുക്കാൻ കഴിയും. എന്ന് വെച്ചാൽ അവരുടെ നിലവിലുണ്ടായിരുന്ന 99, 98 ആ 98-ൽ നിന്ന് ഈ പറയുന്ന പോലെ 2, 3, 4 ജില്ലകളിലൊക്കെ ഈ വോട്ട് കുറഞ്ഞാൽ, ഈ സീറ്റുകൾ കുറഞ്ഞാൽ പോലും അവർക്ക് ആത്മവിശ്വാസത്തോടെ ഭരണത്തിൽ തുടരാൻ കഴിയുമെന്ന കണക്കിൽ അവർക്ക് നിൽക്കാം. പകരം നിങ്ങളുടെ സ്ഥിതി അതാണോ? നിങ്ങൾക്ക് ഈ പറഞ്ഞ 20-ൽ നിന്ന്, പാലക്കാട് കൂടെ ചേർത്ത് 21 ഉണ്ട്, 21-ൽ നിന്ന് ഈ പറഞ്ഞതുപോലെ കയറി വരണമെങ്കിൽ ലീഗ് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷി പ്രധാനപ്പെട്ട നിലയിൽ സീറ്റ് കൊണ്ടുവരേണ്ട പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് അങ്ങനെ ടൈറ്റ് ഫൈറ്റ്
ആയിട്ടാണെങ്കിലും പോകട്ടെ എന്ന് പറയാൻ കഴിയില്ല. പരമാവധി പിടിക്കണം. അപ്പോൾ എവിടെ പറ്റും എന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ വയനാട് നിങ്ങൾക്ക് 2 സീറ്റ് അവിടെയുണ്ട്. മാനന്തവാടി അത് ആ നിലയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സീറ്റേ അല്ല. അപ്പുറത്തെ അത് കൽപ്പറ്റ പ്രവചനാതീതമാണെന്ന് പല സർവേകളും പറയുന്ന നിലനിൽക്കുന്നു. കാസർഗോഡേക്ക് പോകും, കാസർഗോഡ് ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യും എന്ന നില തന്നെ നിൽക്കുന്നു. 3-2. കോഴിക്കോടിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ. പാലക്കാടേക്ക് പോകും, പാലക്കാട് ഇടത് ആധിപത്യത്തിൽ ചില മണ്ഡലങ്ങളെങ്കിലും ഇപ്പോൾ എക്സിറ്റ് പോളോ മറ്റോ ഒക്കെ വെച്ച് പോകുമെന്ന് പറഞ്ഞാൽ പോലും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ആശങ്കയില്ല. അപ്പോൾ ഈ ഓരോ കണ്ണൂരിൽ എത്രയാണ് നിങ്ങൾക്ക് ഇപ്പോൾ പേരാവൂർ പോലും വലിയ മത്സരം നടക്കുകയും ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ പിടിക്കാൻ കഴിയുമെന്ന നിലയിൽ അവർ കണക്ക് കൂട്ടുന്നു. അപ്പോൾ നിങ്ങൾക്കവിടെ കടന്നു കയറാൻ കഴിയുന്ന സീറ്റുകളുടെ എണ്ണം വളരെ വളരെ പരിമിതമാണ് തൃശ്ശൂരിലേക്ക് വന്ന. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് LDFനെ സംബന്ധിച്ച് നോക്കൂ, ഈ മുമ്പ് പറഞ്ഞ പോലെ നല്ല ഫൈറ്റിൽ 2-3 സീറ്റ് പോയാലും എന്ന് പറയാൻ കഴിയും. ഇപ്പോൾ ആലപ്പുഴയുടെയൊക്കെ സ്ഥിതി അതാണ്. ഇപ്പോൾ ആകെയുള്ളത് ഏതാണ്? ഹരിപ്പാടാണ്. ഹരിപ്പാടിൽ നിന്ന് ഈ പറയുന്ന 1-2 പരമാവധി നിങ്ങൾക്ക് കിട്ടാം എന്ന് വന്നാൽ പോലും ജില്ലയിൽ ലീഡാകുന്നില്ല. കൊല്ലത്തെ സ്ഥിതി അത് തന്നെ. കുണ്ടറയടക്കം ഇപ്പോൾ നല്ല മത്സരമാണ്. തിരിച്ചുകൊണ്ട് കേട്ടോ, ഇപ്പോൾ അങ്കമാലി, പെരുമ്പാവൂർ, കുണ്ടറ, അതുപോലെ തന്നെ ആ മണ്ഡലം ഇപ്പോൾ പേരാവൂർ ഒക്കെ UDF മണ്ഡലങ്ങളിലും നല്ല മത്സരം നടക്കുകയാണ്. എന്ത് സംഭവിക്കാമെന്ന നിലനിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയും ഇതുപോലൊരു ട്രെൻഡ് എക്സിറ്റ് പോളുകൾ സൂചിപ്പിച്ചാൽ? കോഴിക്കോട് ശരത്ത്, യാഥാർത്ഥ്യ ബോധത്തോടു കൂടി രാഷ്ട്രീയം നിരീക്ഷണം നടത്തുന്നില്ല. ഇപ്പോഴും ആ എന്താണ് ഭരണത്തിൻ്റെ തണലിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഇത് തുടർഭരണം സാധ്യമാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അങ്ങനെ ആ പുറന്തോട് പൊട്ടിച്ച് നിങ്ങൾ പുറത്തോട്ട് വരുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൽ ഒരുപക്ഷെ പരാജയപ്പെടുന്നുണ്ടാകാം. കാരണം ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിലവിലുള്ള ഭരണ സംവിധാനത്തെ മാറ്റുവാൻ വേണ്ടി ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റം നടത്തി, ലോക്സഭാ ഇലക്ഷനിൽ വലിയ മുന്നേറ്റം നടത്തി, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ 30 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മുന്നേറ്റം UDFന് നടത്തുവാൻ കഴിഞ്ഞത്. വസീഫും LDFും പങ്കുവെക്കുന്ന ആത്മവിശ്വാസത്തിന് കൗണ്ടർ പറഞ്ഞാൽ മതി. നമ്മൾ ഈ ഭൂതകാല വിജയങ്ങളുടെ ഒരു കുളിർമയിൽ നിൽക്കാതെ ഇതിന് മറുപടിയാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. മണ്ഡലം തിരിച്ചു പറയുമ്പോൾ, ജില്ല തിരിച്ചു പറയുമ്പോൾ ഇതല്ലേ സത്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥിതിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയി ഷെയർ ചെയ്തോളൂ. അത് കേൾക്കാനല്ലേ ആളുകൾ ഇരിക്കുന്നത്. എവിടെയാണ് ഭരണവിരുദ്ധ വികാരം എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം വരുന്നത്. നോക്കൂ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മണ്ഡലങ്ങളും ജില്ലകളും സൂചിപ്പിച്ച് ഇതിനിടയിൽ എങ്ങനെ കടന്നു കയറാൻ കോൺഗ്രസിന് കഴിയും എന്ന ചോദ്യമാണ് വസീഫ് പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ ഞാൻ താങ്കളുടെ മുമ്പാകെ വെച്ചത്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായിരിക്കും 4-ാം തീയതി നമ്മുടെ ഫലപ്രഖ്യാപനത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏതാണെന്ന് ചോദിച്ചാൽ ഈ കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയല്ലേ. ഇപ്പം മലയോര മേഖലയിലെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ എക്സിറ്റ് പോളിൽ അത് അതുപോലെ പ്രകടമാകണ്ടേ? അത് വന്നിട്ടില്ല. ന്യൂനപക്ഷങ്ങളുടെ വലിയ പോളറൈസേഷൻ, ഏകീകരണം പ്രതീക്ഷിച്ചു, അത് വന്നിട്ടില്ല. പിണറായി തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന് ആക്സിസ് മൈൻഡയുടെ സർവേയിൽ 33% ആളുകൾ പറയുന്നു. 2-3% മറ്റുമാണ് KC വേണുഗോപാലിനെ ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത്. അത്ര തന്നെയുള്ളൂ ചെന്നിത്തല. വളരെ പിന്നിലാണ് VD സതീശൻ. ഇതിലെവിടെയാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്നത്? വോട്ടർ ഏറ്റവും ഒടുവിൽ പറയുന്നത് 94 സീറ്റ് വരെ UDF പിടിക്കുമെന്ന്. അത് തന്നെയല്ലേ എക്സിറ്റ് പോളിന്റെ കോൺട്രഡിക്ഷൻ. നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ 90 പറയുന്നു, അതിന്റെ അനാലിസിസിൽ 90 ഇല്ല കേട്ടോ, 80 അത് വേറെ കാര്യം, ഞാൻ തർക്കത്തിനില്ല. 90 പറഞ്ഞോളൂ. നേരത്തെ ലാലും പറയുന്നത് കേട്ടു. ഞാൻ കണ്ട വിശദീകരണങ്ങളിൽ കണ്ടത് 80, 72-80 എന്നുള്ളത്. അത് പോട്ടെ, ഞാൻ അത് തർക്കത്തിനൊന്നുമില്ല. 72-80 അതേ സർവേ പറയുന്നത് 33% ആളുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി തുടരണം എന്നാണ്. അപ്പോൾ എന്താണ്? അല്ല, അത് വ്യക്തിപരമായ ചോയ്സ് ആയിരിക്കും. അതിനെ നമ്മൾ ആ രീതിയിൽ അതിനെ കാണുക. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. അല്ല, മുമ്പ് പറഞ്ഞ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ആരും പറയില്ലല്ലോ. അങ്ങനെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് പറയില്ലല്ലോ. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഒരു നേതാവിനോടുള്ള വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടം അല്ലല്ലോ അത് പറയുന്നത്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് നിലവിലുള്ള ഭരണ സംവിധാനത്തെ ലോജിക്കില്ലായ്മയാണ് റജി പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് UDF പറയുമ്പോൾ അത് വളരെ 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 സ്ട്രൈക്കിംഗ് ആയി എക്സിറ്റ് പോളിൽ കാണണം. കണ്ടിട്ടില്ല. കഷ്ടിച്ചൊരു അധികാരം പിടിച്ചെടുക്കാം, കിട്ടിയേക്കാം എന്ന് പറയാവുന്ന ഒരു ഇംപ്രഷൻ മാത്രം. അതാണ് ആ ട്രെൻഡ്. മറുഭാഗത്ത് മുഖ്യമന്ത്രിക്ക് തന്നെ സ്പെസിഫിക്കായി, പിണറായിക്ക് തന്നെ 33% ആളുകൾ കൃത്യമായി ഒരു മാൻഡേറ്റ് കൊടുക്കുന്നു നെക്സ്റ്റ് CM എന്ന നിലയിൽ. അതെന്തൊരു രീതിയാണ്? 12 എക്സിറ്റ് പോളുകളിൽ ഈ 12 എണ്ണത്തിലും കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് മുകളിലേക്കാണ് UDFൻ്റെ സീറ്റ് നിലയെ പ്രവചിക്കുന്നത്.
അപ്പോൾ അതിൽ നിന്ന് തന്നെ നിലവിലുള്ള സർക്കാരിനോട് ജനങ്ങൾക്ക് വിപ്രതിപത്തിയുണ്ട് അല്ലെങ്കിൽ അനിഷ്ടമുണ്ട് എന്നുള്ളത് സുവ്യക്തമാണ്. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് മധ്യ കേരളത്തെ ഷോക്കിക്കുന്ന അവരെ വല്ലാത്ത അവർക്ക് അജിറ്റേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വന്നത്. ഡാം തുറന്നു വിട്ടത് മനുഷ്യനിർമ്മിതമാണെന്ന്. മാത്യു ടി തോമസ് MLA മത്സരിക്കുന്ന അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ജനങ്ങൾക്ക് മുമ്പാകെ, പ്രത്യേകിച്ച് പ്രളയത്തിന്റെ ദുരിതം അനുഭവിച്ച ജനങ്ങൾക്ക് മുമ്പാകെയാണ് ആ വാർത്ത. ഒരു ചെറിയ മറുപടി റജി പറഞ്ഞതിന്. ഞാൻ പറഞ്ഞത് ഈ വിഷയങ്ങളിലേക്ക് പോകുന്നതിൽ ഇനി അർത്ഥമൊന്നുമില്ല, കാരണം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ ജനവിധി അറിയാൻ പോകുന്നു. ട്രെൻഡ്, ഈ എക്സിറ്റ് പോള്, അതിൽ തന്നെ ചീഫ് മിനിസ്റ്ററായിട്ട് പിണറായി തുടരണമെന്ന് പറയുന്നതിൽ കാട്ടുന്ന ആളുകളുടെ താല്പര്യം, എന്നാലും ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന UDF. എന്നാൽ അതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് എക്സിറ്റ് പോളിൽ നോക്കുമ്പോൾ ഒരു 95 സീറ്റ്, 100 സീറ്റ്, 102 സീറ്റ്, 105 സീറ്റ് എന്നൊന്നും പറയാനുള്ളതൊന്നും ഈ എക്സിറ്റ് പോളുകളിൽ അങ്ങനെ കാണാനുമില്ല. ഇതേക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ആ ആസ്പെക്റ്റിൽ മറുപടി എന്താണ് വസീഫിനുള്ളത്? അല്ല, ഇവരെ ഈ ചാനൽ മുറികളിൽ ഇരുന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് മാത്രം ഈ കേരളത്തിലെ ജനങ്ങളെ വിലയിരുത്തുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് തോന്നുന്നത്. കാരണം ഗ്രൗണ്ട് ലെവലിൽ നോക്കുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടതുപക്ഷം എത്ര കൃത്യതയോടുകൂടിയാണ് ഇടപെട്ടത് എന്നുള്ളതാണ്. പെൻഷൻ, മുടങ്ങിക്കിടന്ന പെൻഷനല്ലേ? നമ്മുടെ സ്കൂളുകൾ പൂട്ടാൻ തീരുമാനിച്ച സ്കൂളുകളായിരുന്നില്ലേ? നമ്മുടെ റോഡുകൾ എല്ലാം തകർന്ന് തരിപ്പണമായതായിരുന്നില്ലേ? നമ്മുടെ പൊതുജന ആരോഗ്യ സംവിധാനങ്ങൾ എല്ലാം ഒരു സാധാരണ മനുഷ്യന് അവൻ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ് സംവിധാനം, ഒരു ഭരണ സംവിധാനം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതിൻ്റെ പരമാവധി ഈ പ്രതിസന്ധി കാലം എന്ന് പറയുന്നത് മുകളിൽ BJP ഇരിക്കുന്ന ഒരു കാലഘട്ടം എന്നുള്ളതാണ്. എങ്ങനെ കേരളത്തെ ഇല്ലാതാക്കാൻ പറ്റുമോ അതിനുവേണ്ടി ബോധപൂർവം പരിശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക ഒരു ഗവൺമെന്റ്. 600 രൂപ പോലും കുടിശ്ശികയാക്കി ഇറങ്ങിപ്പോയ ഒരു ഗവൺമെന്റ് ആയിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഈ മാറ്റങ്ങളെല്ലാം വരുന്നത്. എന്നാൽ ഇവർ അതിനെയെല്ലാം വൈകാരികമായി പല പ്രചരണങ്ങളും മറ്റുമൊക്കെ നടത്തി സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ ആയിട്ട് വരികയാണ്. അതാണ് അവരുടെ ഒരു പ്രതീക്ഷ. അവരുടെ കനകൊലുവിലാണ് അവരുടെ പ്രതീക്ഷ. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് നമ്മുടെ കനകൊലു. ആ ജനങ്ങളിലാണ് നമ്മുടെ വിശ്വാസം. ആ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളോട് ചേർന്ന് നിന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു എന്നുള്ളത് കൊണ്ടും ഏറ്റവും കുറ്റമറ്റ ഒരു സംഘടനാ സംവിധാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്നുള്ള ബോധ്യത്തിലുമാണ് നമ്മൾ ഈ വിജയം നമുക്ക് അനുകൂലമാകും എന്ന് പറയുന്നത്. അല്ലാതെ ഈ സർവേയുടെ എല്ലാം ഒരു നിഗളിപ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊലിമയിൽ ജയിച്ചു കയറാം എന്നൊന്നുമല്ല. ഗ്രൗണ്ട് ലെവലിൽ ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നേതൃത്വം ഇടതുപക്ഷമാണ്. ഈ കേരളത്തിൻ്റെ നേതൃത്വമായി ഇച്ഛാശക്തിയോടുകൂടി വിഷയങ്ങളിൽ ഇടപെടാനും പ്രതിസന്ധികളിൽ ജനങ്ങളെ ചേർത്ത് നിർത്താനും ഒക്കെ സാധിക്കുന്ന ഒരു ഗവൺമെന്റ് എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊക്കെ അറിയാം, ഈ കോൺഗ്രസിനെ ഭരണമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ തല്ലി ഈ നാട് കുട്ടിച്ചോറാകും. അതിനപ്പുറത്തേക്ക് ഈ BJP ഭരിക്കുന്ന രാജ്യത്ത് BJPയോട് ഫൈറ്റ് ചെയ്ത് ഏറ്റുമുട്ടി ഒരു നാടിനെ വികസനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രാപ്തിയൊന്നും ഈ നാട്ടിൽ കോൺഗ്രസിനില്ല, അതിന്റെ നേതൃത്വത്തിനില്ല എന്ന ബോധ്യം നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ശരി വസീഫ്, ആ പോയിന്റിൽ ഈ നമ്മുടെ വസീഫ് ആ പോയിന്റിൽ നിന്ന് അടുത്തൊരു പ്രധാനപ്പെട്ട ഘടകത്തിലേക്ക് കൂടി പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ലാൽകുമാർ, ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ, UDFൻ്റെ പ്രതീക്ഷ, ആഗ്രഹം, അത് ഈ തെരഞ്ഞെടുപ്പിൽ പിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ എക്സിറ്റ് പോളുകളുടെ പശ്ചാത്തലത്തിൽ പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ ഒരു അവസ്ഥ വരില്ല. 2016-ലും 2021-ലും എങ്ങനെ UDF പ്രതിപക്ഷമായോ ആ നിലയിലേക്കൊരു പ്രതിപക്ഷമായി LDF മാറും എന്ന്, ആ കുറഞ്ഞ നമ്പറിലേക്ക് മാറും എന്ന് എക്സിറ്റ് പോളുകൾക്ക് പറയാൻ കഴിയണമായിരുന്നു. എക്സിറ്റ് പോളുകൾ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞാൽ 73 സീറ്റ് വാങ്ങി അധികാരത്തിൽ വരാൻ കഴിയും LDFന് എന്ന് പറയുന്ന എക്സിറ്റ് പോളുകൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം എന്നതിനെ പിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എന്ന ഫാക്ടറാണല്ലോ UDF വലിയ തോതിൽ ഡിപ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ CSDS ലോകനീതി സർവേയുടെ അടിസ്ഥാനത്തിൽ ചില കണക്കുകൾ കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റിൽ വേറെയാണ്, നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ ഈ
ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന് എത്രമാത്രം കിട്ടും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കണക്കുകൾ മുൻപ് തന്നെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്, വളരെ കൃത്യമായി പഠനത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അതിൽ പറയുന്നത് 32% ക്രൈസ്തവ വോട്ടുകളും 34% മുസ്ലിം സമുദായ വോട്ടുകളുമാണ് പരമ്പരാഗതമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം പാർലമെൻറ്റിൽ അത്രയും ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ വേർതിരിച്ച് പറയുന്നത്, ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ന്യൂനപക്ഷത്തിൻ്റെ ഒരു വോട്ടിൻ്റെ ഒരു ഒഴുക്ക് വളരെ അസാധാരണമായി അല്ലെങ്കിൽ വ്യത്യസ്തമായി ഈ പൊതു കണക്കുകൾക്ക് വിരുദ്ധമായി ഭിന്നമായി കൂടുതലായി ഇടതുമുന്നണിക്ക് ലഭിച്ചിരുന്നു. ആ വരവ് ആ കിട്ടിയതിൽ വലിയ മാറ്റവും കുറവും സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സിറ്റ് പോളുകൾ വളരെ സുപ്രധാനമായി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന ഈ ന്യൂനപക്ഷ വോട്ടുകൾ അതായത് 32%, 34% ഇക്കുറി നിലനിർത്താൻ ഇടതുപക്ഷത്തിന് കഴിയും. അത് വളരെ സുപ്രധാനമല്ലേ? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്നൊരു അന്തരീക്ഷത്തിൽ നിന്ന് കാര്യങ്ങൾ മാറി കുറേ കൂടി ഇടതുപക്ഷത്തിൻ്റെ ന്യൂനപക്ഷ വോട്ടുകൾ വാങ്ങാൻ കിട്ടുന്നു എന്നല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ആ കണക്കുകൾ കൂടി വളരെ വാലിഡായി പരിശോധിക്കേണ്ടതല്ലേ? അവിടെയും UDFൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നുണ്ടോ ലാൽകുമാർ? അത് ഇവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, വളരെ സിമ്പിളായിട്ടൊരു പൊളിറ്റിക്കൽ ടെക്നിക്ക് അവർ ഉപയോഗിച്ചത്. എന്താ പൊളിറ്റിക്കൽ ടെക്നിക്ക്? ഈ പറയുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെ, ഇപ്പം മെയിൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് 2 മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെയും കൂട്ടത്തിൽ നിർത്തുക, ശക്തമായി നിർത്തുക. എന്നുവെച്ചാൽ അവരെ പോളറൈസ് ചെയ്യത്തക്ക രീതിയിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഹിന്ദു വോട്ട് ഡിവൈഡ് ചെയ്ത് പോവുക. ഇതാണ് ഒരു ഉദ്ദേശിച്ച സാധനം. അതുകൊണ്ടാണ് അവരിപ്പം അമിത പ്രതീക്ഷ. നോക്കൂ, സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാസർഗോഡ് നിന്ന് എണ്ണി എറണാകുളം വരുമ്പോൾ തന്നെ നമുക്ക് ഭൂരിപക്ഷം കിട്ടും എന്ന് പറയുന്നത്. അതിനകത്ത് ഈ പറയുന്ന കമ്മ്യൂണൽ ഇക്വേഷൻ ഡ്രൈവ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. അത് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അത് മാത്രമാണ്. ഇതാണ് നമ്മൾ ഇത്രയും എവിഡൻ്റ്ലി നമ്മളിത് സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷന് അവർ ചെയ്ത ആദ്യത്തെ കളി ഈ പറയുന്ന മലപ്പുറത്തെക്കുറിച്ച് അവർക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു, അവർക്ക് എന്തായിരുന്നു അത് ചെയ്യേണ്ടതെന്ന്. കാര്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനകത്ത് ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലോ നിയമസഭയിലോ ജയിക്കുന്ന പോലെയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ വരെ ജയിച്ചിരിക്കുന്നത്. അത്രത്തോളം ഇൻസെക്യൂരിറ്റി ആൾക്കാരുടെ മനസ്സിൽ ഫയർ ചെയ്യാൻ അവർക്ക് പറ്റി. അടുത്ത ഒരു കാര്യം, ഈ SIR വോട്ട് ചെയ്തില്ലെങ്കിൽ SIR വഴി പൗരത്വം പോകുമെന്നും പറഞ്ഞൊരു ബഹളം ഉണ്ടാക്കി. അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നും പറഞ്ഞ് ആൾക്കാർക്ക് ഇതാക്കി. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ റിലീജിയസ് ഫാക്ടേഴ്സ് ഈ പറയുന്ന രീതിയിൽ പിച്ചിൻ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അവരതിന് മാത്രമാണ് ശ്രമിച്ചത്. അത് മലപ്പുറത്ത് ആ ഇക്വേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് അവർ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയ പോയിൻ്റ് ഏതാണ്? ആ കോഴിക്കോട് വർക്ക് ചെയ്യാൻ തുടങ്ങിയ പോയിൻ്റ് ഷാഫി പറമ്പിലിനെ അവിടോട്ട് പ്ലേസ് ചെയ്യുന്ന പോയിന്റിലാണ്. ഷാഫി പറമ്പിലിൻ്റെ പാലക്കാട് നിന്നുള്ള കോഴിക്കോട്ടേക്കുള്ള പോക്ക് അതൊരു ചെറിയ പോക്കല്ല. കേരളത്തിൻ്റെ സാമൂഹിക ഘടനയെ മൊത്തത്തിൽ ഷാറ്റർ ചെയ്യുന്ന രീതിയിലുള്ളൊരു പോക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഷാഫിയെ ഞാൻ ഈ കാര്യത്തിൽ എപ്പോഴും കുറ്റം പറയുന്നത്. അവിടെ ഓരോ സ്ഥലത്തും ഷാഫി ഇത് ഡയറക്റ്റ്ലി ചെയ്തോ ഇല്ലയോ എന്നുള്ള അലിഗേഷൻ അല്ല എനിക്കുള്ളത്. ഈ പറയുന്ന ഒരു വാട്ടർ ഷെഡ് മൊമെൻ്റായിട്ടാണ് ഞാൻ എന്നെ കണക്കാക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് ഈ പ്രാവശ്യം നമുക്ക് അവിടുത്തെ ആൾക്കാരെ വിളിച്ചു ചോദിക്കുമ്പം കിട്ടുന്ന റെസ്പോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണൽ അത്രയും കോഴിക്കോട് ഈ പറയുന്ന രീതിയിൽ വീടാന്തരം കയറി അവർ ഇഫക്റ്റീവ്ലി അത് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ ട്രൂ റിസൾട്ട് അവർക്ക് കിട്ടുമോ ഇല്ല, കുറേ റിസൾട്ട് എന്തായാലും കിട്ടും. അതിന് കൗണ്ടർ ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഫോഴ്സസും ഉണ്ടാവും. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ചോദ്യം എത്രമാത്രം വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ പറയുന്ന ഒരു ഈ പറയുന്ന ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ മുന്നിൽ കോരിയിടാൻ അവർക്ക് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു, അതിന് മാത്രമാണ് അവർ ശ്രമിച്ചത്. പക്ഷേ താങ്കൾ പറയുന്ന പോലെ ഇപ്പം തലശ്ശേരി എടുക്കുക. ഞാൻ ആ കമ്മ്യൂണിറ്റി പറയുമ്പോഴതിനകത്തും ഞാനതിനെ കുറേയൊക്കെ ലോക്കലൈസ്ഡ് ആയിട്ടാണ് ഞാനത് പറയുന്നത്. ഇപ്പോൾ തലശ്ശേരി എടുക്കുക, കണ്ണൂർ ജില്ല എടുക്കുക, ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലമാണ്. അവിടെ CPMന് വലിയ പെർഫോമൻസ് പോവാണ്. എക്സിറ്റ് പോൾ പ്രകാരമാണെങ്കിലും പെർഫോമൻസ് വരാൻ പോകുന്ന സ്ഥലമാണ്. ഈ പറയുന്ന കാസർഗോഡ് ജില്ല എടുത്തു കഴിഞ്ഞാൽ എക്സിറ്റ് പോൾ നല്ല പെർഫോമൻസാണ് കാഴ്ചവെക്കാൻ പറയുന്നത്. അപ്പം അതപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിറ്റി ആസ് സച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ LDFൽ നിന്ന് പോയോ എന്ന് ചോദ്യത്തിന് പോയിട്ടില്ല എന്ന് തന്നെയാണ്. ദാറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് ആൻസർ ഫോർ മീ. പക്ഷേ
ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിലേക്കും മലപ്പുറം ജില്ലയിലേക്കും അതിഭീകരമായ ഭീതി കോരി. കോഴിക്കോട് ജില്ലയിൽ നമ്മൾ ഇച്ചിരി സീറ്റ് നഷ്ടപ്പെടുമെന്ന് പോലും ഒരു പെസിമിസ്റ്റിക് പ്രൊജക്ഷൻ ഉണ്ട്. എന്തിനാ ഇല്ലെന്ന് പറയുന്നത്? അതുണ്ട്. അതിന് കാരണം ഇതാണ്. അത് കഴിഞ്ഞ ദിവസം ഗോപകുമാർ മൂന്തൻ എഴുതിയ പോലെ ഇത് ഏറ്റവും അപകടകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് സമൂഹത്തിൽ എത്തിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്റ്റേറ്റ് വൈഡായിട്ട് ഇത് വർക്ക് ചെയ്തിട്ടുള്ളതായിട്ട് എൻ്റെ ഒരു അനാലിസിസ്, എൻ്റെ ഒരു ഒബ്സർവേഷനിലും അത് വന്നിട്ടില്ല. പലയിടത്തും ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധനം, ഷാഫി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, തെക്കൻ കേരളത്തിലോട്ട് സൗത്തിലേക്ക് വന്നപ്പം ആ സൗത്തിൽ ഷാഫി ഇഫക്റ്റ് ശരിക്കും വർക്ക് ചെയ്തിട്ടേ ഇല്ല. സൗത്തിലേക്ക് വന്നപ്പോൾ അഫക്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഷാഫി വന്നുകൊണ്ട് ചിലപ്പോൾ തിരിച്ച് ഇപ്പുറത്ത് ജയിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കമ്മ്യൂണൽ ഇക്വേഷൻ ഡ്രൈവ് ചെയ്യാനുള്ള ശ്രമം നടത്തി അതിൻ്റെ റിസൾട്ട് ലെറ്റ് us വെയിറ്റ് ഫോർ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഓൺ 4th. നമ്മളിപ്പോൾ നിശ്ചയമായും എക്സാക്ട് പോളിനപ്പുറം അതൊന്ന് കൺക്ലൂഡ് ചെയ്താൽ പക്ഷേ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ വെച്ച് നോക്കിയാൽ UDF ഡിസൈൻ ചെയ്തതുപോലെ, ആഗ്രഹിച്ചതുപോലെ, അവർ എസ്റ്റിമേറ്റ് ചെയ്തതുപോലെ ഒരു വോളിയത്തിലേക്ക്, ഒരു വലിപ്പത്തിലേക്ക് അത് പോയിട്ടേയില്ല എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലത്തിൽ നിന്നുള്ളൊരു മാറ്റവും മുന്നേറ്റവും തന്നെയാണോ? അവരെ സംബന്ധിച്ച് ആശ്വാസകരവും UDFനെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്നതുമാണോ ആസ് പെർ എക്സിറ്റ് പോൾ? അതെ, അത് ഞാനത് ഒന്ന് പറഞ്ഞായിരുന്നു. ഞാനതിൻ്റെ ഉത്തരം പറഞ്ഞായിരുന്നു. ആ പറഞ്ഞ ഉത്തരം എന്താ? സതീശൻ പറഞ്ഞത് എറണാകുളം എത്തുമ്പോഴത്തേക്കിന് ഭൂരിപക്ഷം കിട്ടും. ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ നമ്പേഴ്സ് ഏത് രീതിയിൽ എടുത്താലും അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്ന എക്സിറ്റ് പോളിനകത്താലും കാസർഗോഡ് നിന്ന് എറണാകുളത്ത് വരുമ്പോഴത്തേന് ഭൂരിപക്ഷം ഇല്ല. അപ്പം അതാ ഞാൻ പറഞ്ഞത്, കാസർഗോഡ് നിന്ന് എറണാകുളം വരുമ്പം മൃഗീയമായ ഭൂരിപക്ഷം കിട്ടേണ്ട 71 സീറ്റിലേക്ക് കിട്ടേണ്ട ഒരു സാഹചര്യം വരണമെങ്കിൽ അതിഭീകരമായ കമ്മ്യൂണൽ ഫോഴ്സസിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകണമായിരുന്നു. ദർ ഇസ് നോ ഇമ്പാക്റ്റ് ആസ് സച്ച്. അതിനകത്ത് എനിക്ക് ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത് ഞാൻ ആൻസർ ചെയ്തു തന്നെയാണ് പോയത്. പക്ഷേ അത് എക്സ്പ്ലെയിൻ ചെയ്തതിനകത്ത് മറ്റ് ഫാക്ടേഴ്സ് കൂടി പറഞ്ഞു വന്നപ്പോൾ അത് എന്താണ് ഫൈനാലിറ്റിയിൽ ഉദ്ദേശിച്ചത് എന്നുള്ളത് കൂടിയാണ് ഞാനതൊന്ന് കൂടുതലായി ചോദിക്കാൻ ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇതടക്കമുള്ള ഒരു വിഷയങ്ങളാണ് റെജിയിലേക്ക് വരേണ്ടതായിട്ടുള്ളത്. റെജിയുടെ വിശദീകരണവും ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടതുണ്ട്. റെജി, അവസാനമായി ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞു നിർത്തിയ കാര്യം, അതായത് BD സതീശൻ തന്നെ പറഞ്ഞു വോട്ടെണ്ണി എറണാകുളം ആകുമ്പോഴേക്കും UDFന് ഭൂരിപക്ഷമാകും എന്ന് വെച്ചാൽ 71 സീറ്റുകളിലേക്ക് എത്താൻ കഴിയും എന്നാണ് പറഞ്ഞു വെച്ചത്. അതിൻ്റെ പിന്നിലത്തെ കണക്കൂട്ടൽ വ്യക്തവും കൃത്യവുമായിരുന്നു. അതായത് മുസ്ലിം ലീഗിലൂടെ, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയിലൂടെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ സമ്പൂർണ്ണമായി സമാഹരിക്കാം എന്നുള്ളതായിരുന്നു ആ കണക്കുകൂട്ടൽ. പക്ഷേ ഇപ്പോൾ എക്സിറ്റ് പോൾ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആ സമ്പൂർണ്ണ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എന്ന വലിയ ലക്ഷ്യം അത് നടപ്പായിട്ടില്ല എന്നുകൂടി എക്സിറ്റ് പോൾ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ റെജി. ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും UDFന് കേവല ഭൂരിപക്ഷം മുതൽ മുകളിലേക്ക് ഉള്ള പ്രിഡിക്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ളൊരു തർക്കത്തിൻ്റെക്ക് നമ്മളിപ്പോൾ കടക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഒറ്റ കാര്യം, അതായത് നമ്മുടെ ബഹുമാനായ ലാൽകുമാർ അദ്ദേഹം ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. അതായത് ന്യൂനപക്ഷ ഏകീകരണത്തെക്കുറിച്ചാണ് അങ്ങും സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ശ്രീ ലാൽകുമാർ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റിലാണ് ഞാൻ എൻ്റെ ഫോക്കസ് കൊടുക്കാൻ പോകുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷങ്ങൾ ഇൻസെക്യൂരിറ്റിയിലാണെന്നൊരു വലിയ ഒരു വ്യാപ്തിയുള്ള ഒരു പദപ്രയോഗം അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ 10 വർഷം ഭരിച്ച LDF സർക്കാർ എന്തുകൊണ്ട് ന്യൂനപക്ഷങ്ങളിൽ ഒരു ഇൻസെക്യൂരിറ്റി വളർത്തുവാൻ അവർക്ക്, അല്ലെങ്കിൽ ആ ഇൻസെക്യൂരിറ്റി അകറ്റുവാൻ അവർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതൊരു പോയിന്റ് അല്ലേ? അപ്പോൾ അവിടെ അതായത് പരമ്പരാഗതമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് ഇത്തവണ കിട്ടുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. ഞാനത് പറഞ്ഞത് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കണം. അതായത് 32% ക്രൈസ്തവ വോട്ടുകളും 34% മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകളുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഇടതുപക്ഷത്തിന് ലഭിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ കണക്കുകൾ നോക്കൂ. ഇന്ന് വന്ന ടുഡേസ് ചാണക്യയുടെ കണക്കിൽ പോലും വ്യക്തമാണ് ഈ പെർസെൻറ്റേജിൽ നിൽക്കുകയാണ്, താഴോട്ട് പോവുകയല്ല ചെയ്തിട്ടുള്ളത്. ഇവിടെ ന്യൂനപക്ഷങ്ങൾ ഏകീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ഏകീകരിക്കാനുണ്ടായ സാഹചര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവർക്ക് ഒരു സംരക്ഷണം, ഒരു സെക്യൂരിറ്റി ഉറപ്പാക്കുവാൻ LDF സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളൊരു ആത്മപരിശോധന ഇവിടെ നടത്തേണ്ടതുണ്ട്. റിസൾട്ട് വരട്ടെ. നിങ്ങൾ എയിം ചെയ്തതിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊരു തോന്നൽ എക്സിറ്റ് പോൾ തരുന്നുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ.
ഒരു പോയിന്റിന് കൂടി എനിക്ക് ഒന്ന് ഒരു എക്സ്പ്ലനേഷൻ നൽകേണ്ടതുണ്ട്. ഈ ശ്രീ കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഏത് മണ്ഡലത്തിൽ നിന്നാലും 3-2 ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിവുള്ള, ആർജവുമുള്ള, നേതൃപാഠവുമുള്ള, ജനസമ്മതിയുള്ള നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇതിനെ മറ്റെന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ നൽകി സ്ഥാപിക്കുകയല്ല അദ്ദേഹം എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. റൈറ്റ്. ശ്രീ വസീഫ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ LDFൻ്റെ എത്ര സീറ്റ് കുറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാലും അധികാരത്തിൽ തുടരാൻ കഴിയും എന്നൊക്കെ പറയുമ്പോൾ തന്നെ വളരെ കുറച്ച് സീറ്റുകളിലാണ് കോൺഗ്രസ് ഉള്ളത്. ആ കോൺഗ്രസിൻ്റെ സീറ്റുകളിലടക്കം UDF കൈയാളുന്ന സീറ്റുകളിലേക്കടക്കം ഇത്തവണ LDFന് കടന്നു കയറാൻ കഴിയുമോ? പുതിയ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമോ? ആ ഒരു പ്രത്യാശ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDFന് എത്രമാത്രമുണ്ട്? ഇപ്പോൾ ബി അശോകൊക്കെ പറയുന്ന അദ്ദേഹത്തിന് കൊടുത്ത സസ്പെൻഷനൊക്കെ അടുത്ത സർക്കാർ വരുമ്പോൾ അപ്പോൾ അങ്ങ് പിൻവലിക്കും, ഉടൻ പിൻവലിക്കും എന്ന് പറയുന്നത് എക്സിറ്റ് പോളിനെയൊക്കെ കണ്ടുകൊണ്ടുകൂടിയൊക്കെ ആവണം, അല്ലെങ്കിൽ അങ്ങനൊരു മാറ്റം കണ്ടുകൊണ്ടാകണം ഇന്നും മാധ്യമങ്ങളോടൊക്കെ ബി അശോകൊക്കെ അങ്ങനെ സംസാരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ LDFൻ്റെ കോൺഫിഡൻസിനെ പറ്റിയാണ് ചോദ്യം. അപ്പോൾ ഇതിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സീറ്റുകൾ UDF നേരത്തെ ജയിച്ച സീറ്റുകൾ ഇത്തവണ ഞങ്ങൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിൽ ഇപ്പോൾ പേരാവൂർ ചെറിയ വോട്ടിന് അവർ ജയിച്ച ഒരു മണ്ഡലമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ശൈലജ ടീച്ചറാണ് അവിടെ മത്സരിക്കുന്നത്. ആ സീറ്റ് നമ്മൾ ജയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ ഇവിടെ വടകരയിൽ ഇടതുപക്ഷം ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അങ്ങനെ ഒരുപാട് സീറ്റുകൾ അങ്ങനെ പാലാ മണ്ഡലം നമ്മൾ ജയിക്കും, അതിൽ ഒരു തർക്കമില്ലല്ലോ. അങ്ങനെ കുറേയേറെ സീറ്റുകൾ അപ്പുറത്തുനിന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണുള്ളത്. പിന്നെ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇവരുടെ ഒരു നേതാവ് എവിടെ മത്സരിച്ചാലും 3-2 ഭൂരിപക്ഷം നേടി വിജയിക്കുന്നൊക്കെ എന്തൊരു തള്ളല. അദ്ദേഹമേ തള്ളലും റീലും അതിൻ്റെ പുറമെ. അങ്ങനെയാണെങ്കിൽ പിടിച്ചിട്ട് പാലക്കാട് നിന്ന് കൊണ്ടുപോയിട്ട് വടകരയല്ലല്ലോ തൃശ്ശൂർ നിർത്തണ്ടേ ഇവർ? എന്തേ നിർത്താഞ്ഞ്? അതിൻ്റെ പൊളിറ്റിക്സ് ഒന്ന് പറയട്ടെ ഇവർ. ആ വടകരയിലുള്ള മുരളീധരനെ കൊണ്ടുപോയി തൃശ്ശൂരിൽ തോൽപ്പിച്ചത് എന്തിനാ? എന്താ ഇവരുടെ പൊളിറ്റിക്സ്? എന്ത് മെസ്സേജാണ് ഇവർ കൊടുത്തത്? അതൊക്കെ കേരളം ചർച്ച ചെയ്യൂലേ? അതൊന്നും വലിയ സംസാരമൊന്നും പറയണ്ട. അദ്ദേഹം ഇതേപോലെ കൊണ്ടുവന്ന ആളുകൾ വേറെ ഉണ്ടല്ലോ, പാലക്കാട് മത്സരിപ്പിച്ച ആളുകളൊക്കെ. ഇപ്പോൾ മത്സരിക്കുന്ന ആളുണ്ടല്ലോ. ഈ പാലക്കാട് സീറ്റ് ഇടതുപക്ഷം ജയിക്കാൻ സാധ്യതയുള്ള സീറ്റല്ലേ? അങ്ങനെ ഏറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ ഈ ചാനൽ മുറിയിലും ഇവർ തന്നെ ഉണ്ടാക്കുന്ന നരേഷനിൽ ഇവർ തന്നെ അങ്ങ് ആനന്ദിക്കുകയാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. അവരുടേതായ ഒരു ആനന്ദം. അതാണ് നമ്മൾ പറഞ്ഞത്. എക്സാക്ട് പോളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോകാം. അവിടെ ഇടതുപക്ഷത്തിന് ഒരു പ്രതീക്ഷയുണ്ട്, മറിച്ചുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ ജനങ്ങൾ ഈ ഇടതുപക്ഷത്തെ കൈവിടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ. റൈറ്റ്. റജീം മനസ്സിൽ കരുതുന്നതാണ് എക്സിറ്റ് പോൾ പോലെ അത്ര മോശമാവാതെ ഞങ്ങൾക്ക് ഭരിക്കാൻ വേണ്ട ഒരു സീറ്റ് കിട്ടും, അപ്പോഴാണ് ഇന്ന് ഇടിപടയണിയായിരിക്കും UDF അധികാരത്തിൽ വന്നാലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഓർത്തു പോവുകയാണ്. റൈറ്റ്. ലാല്, ഞാൻ ഈ UDFനെ വല്ലാതെ വിശ്വസിച്ചതിൻ്റെ ഭാഗമായിട്ടായിരുന്നോ അശോകിൻ്റെയൊക്കെ ഇന്നും വാർത്താ സമ്മേളനമൊക്കെ നടത്തി ആ IAS ഉദ്യോഗസ്ഥൻ്റെ ചട്ടലംഘനം, ചട്ടവിരുദ്ധ നടപടികളൊക്കെ നമ്മൾ കാണാനിടയായി? UDFനെ വല്ലാതെ അങ്ങ് വിശ്വസിച്ച് ചെയ്തു പോകുന്നതാണോ അതൊക്കെ? അല്ല, നമ്മൾ സാധാരണഗതിയിൽ ഒരു IAS ഓഫീസറുടെ കോണ്ടക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു കമൻറ്റ് നമ്മൾ പൊതുവെ പൊളിറ്റിക്കൽ സ്പിയറിൽ നമ്മൾ പറയാറില്ല. കാര്യം അല്ലെങ്കിൽ ഒരു അഴിമതിയോ അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോഴാണ് പൊതുവെ പറയുക. ഇവിടെ നോക്കൂ, അശോക് എല്ലാ സീമകളും ലംഘിച്ച് മര്യാദകേടിൻ്റെ പീക്കാണ് അശോക് പറഞ്ഞത്. എനിക്കതിനത് പറയുന്നതിനൊരു മടിയില്ല. അശോക് എല്ലാ ചാനൽ ചർച്ചയിലും പോയി കോൺഗ്രസിൻ്റെ പ്രതിനിധിയോ മറ്റേതൊരു ഒരു പാർട്ടിയുടെ പ്രതിനിധിയോ ആയി നിന്ന് ആ രീതിയിലാണ് അശോകിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും. ഹീസ് എ മാൻ ടു ഡിഫെൻഡ് ദ ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ആളാണ്. സർവീസ് ചട്ടങ്ങളൊന്നും ഇവർക്ക് ബാധമല്ലേ? സർവീസ് ചട്ടമൊക്കെ എടുത്ത് അട്ടത്തി വെച്ചിരിക്കുക. അപ്പോൾ ഈ പറയുന്ന എവിടെ നിന്നൊക്കെയോ വേർഡ്സ് കിട്ടിയിട്ടുണ്ട്, ആ വേർഡ്സിനനുസരിച്ച് എവിടെ നിന്നൊക്കെ പ്രോമിസസ് കിട്ടിയിട്ടുണ്ട്, ആ പ്രോമിസസിനനുസരിച്ച് പെരുമാറുക. സിവിൽ സർവീസ് ഓഫീസേഴ്സിൻ്റെ കാര്യം അതല്ല. നോക്കൂ, പ്രശാന്തിനെതിരെ ആക്ഷൻ എടുക്കുന്നതിന് കാരണങ്ങൾ എന്താ? കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയായ രാഘവേട്ടനെതിരെ കുന്നംകുളത്തിന് മാപ്പിട്ടതിനാണ് അദ്ദേഹത്തിന് ആദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സ്പോട്ട്ലൈറ്റിൽ വരുന്നത് അല്ലേ? അദ്ദേഹം ഏറ്റവും മോശം പ്രവൃത്തി ചെയ്തു എന്ന് LDF ഗവൺമെൻറ് വിലയിരുത്തിയ പോയിൻ്റ് അതാണ്. കാര്യം അതെന്താ, രാഘവേട്ടനാണോ എന്നുള്ളതല്ല, MP ആയിട്ടൊരാളെ
അയക്കെതിരെയുള്ള കണ്ടക്ട്. ദാറ്റ് കോണ്ടക്ട് കനോട്ട് ബി അക്സെപ്റ്റഡ്. അതിപ്പം പിന്നെ നടന്ന സബ്സിക്വൻറ്റ് ഇവൻറ്റ്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനൊരു IAS ഓഫീസർ വന്നിരുന്ന് പോസ്റ്റ് ഇടുക, എന്താണ് കുന്നംകുളത്തിൻ്റെ മാപ്പ്, അത് പിണറായി വിജയൻ അതിനെ എതിർത്തു എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് ഇവരുടെ കൂട്ടത്തിലുള്ളവർക്ക് ഇവർ വാക്ക് കൊടുത്തിട്ട് IAS ഓഫീസർക്കാരെ കൊണ്ട് പിണറായി വിജയനെ മോശം പറയിപ്പിക്കുക. ഇന്നലെ അദ്ദേഹം പറഞ്ഞതും ഇന്നിപ്പം റിപ്പോർട്ടർ ചാനലിലും കുറേ കാര്യങ്ങൾ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നോക്കൂ, സസ്പെൻഷൻ ആയാലും അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അദ്ദേഹത്തിന് തോന്നിയ ചെയ്യാൻ പറ്റില്ല. ആർട്ടിക്കിൾ 19(1)A ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ സർവീസിലിരിക്കുന്നവർക്ക് ആ രൂപത്തിലില്ല. അവരത് കോംപ്രമൈസ്ഡാണ് അവരുടെ പൊസിഷൻ. പട്ടാളക്കാരന് കാര്യം പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ സിവിൽ സർവീസ് ഓഫീസർക്ക് കാര്യം പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ആ സർവീസ് കോൺട്രാക്റ്റിൻ്റെ റൂൾസിനനുസരിച്ച് മാത്രമേ അവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റൂ. അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് മര്യാദയില്ലാത്ത രീതിയിൽ അദ്ദേഹമാണ് സത്യം പറഞ്ഞാൽ, ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ. IAS ഓഫീസേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്, നിങ്ങളുടെ IAS ലോബിക്കകത്തുണ്ടായിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നം കാരണം നിങ്ങൾക്ക് പന്ത് തട്ടാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ആളല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ. അത് നിങ്ങൾക്ക് IAS ഉണ്ടെന്ന് കരുതി അതൊന്നും കേട്ട് നിൽക്കാനും എന്നുള്ള അന്തരീക്ഷം നമുക്കില്ല. അത് നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞാലും മറ്റാർക്കെതിരെ പറഞ്ഞാലും നമ്മുടെ സ്വഭാവം അതുതന്നെയാണ്. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് എൻവയോൺമെൻറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുക, ഗവൺമെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യുക, ഗവൺമെൻറ്റിൻ്റെ വർക്ക് ചെയ്യുക. അതിന് പകരം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മാധ്യമങ്ങളെ കണ്ട് മുഖ്യമന്ത്രിയെ മോശം പറയുക, മുഖ്യമന്ത്രി കേരളത്തിലുള്ള ഒരു ഏറ്റവും മോശം മനുഷ്യനാണെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺ വാട്ട് ലോക്കൽ സ്റ്റാൻഡ് ഹി മേക്സ് ദ സ്റ്റേറ്റ്മെൻറ്റ്? എന്ത് അടിസ്ഥാനത്തിൽ അങ്ങനെ വെക്കുന്നത്? അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ സിവിൽ സർവീസ് പരീക്ഷ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എല്ലാം തികഞ്ഞു എന്ന് കരുതണ്ട. അങ്ങനെ തിരഞ്ഞു എന്ന് ഈ സമൂഹം കരുതുന്നില്ല. അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ്, നമ്മൾ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നതാണ്, നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആൾക്കാരാണ്. നമുക്കത് കണ്ണുകെട്ടി നമ്മുടെ സഖാവിനെ തൊട്ടിട്ട്, നമ്മുടെ മുഖ്യമന്ത്രിയെ തൊട്ടിട്ട്, നമ്മുടെ മുഖ്യമന്ത്രിയെ കയറി അങ്ങനെ ചെണ്ടയാക്കാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട. അത് കേൾക്കുന്ന വേറെ ആരില്ല. ഇപ്പോൾ സർവീസിലുള്ള IAS ഓഫീസർക്ക് ഉണ്ടെങ്കിലും അത് അവർക്കും ബാധകമാണ്, പോലീസുകാർക്കും DGPക്കും എല്ലാവർക്കും ബാധകമാണ്. നിശ്ചയമായും അതിന് സംശയം ഉണ്ടെങ്കിൽ അത് ക്ലാരിറ്റി പബ്ലിക്കായിട്ട് തരുത്താം. അത് എന്നെ പിടിച്ചോണ്ട് പോവുകയാണെങ്കിൽ പിടിച്ചോണ്ട് പോകാനേ പോകട്ടെ, നമുക്ക് ബാക്കി പിന്നെ ആലോചിക്കാം. വളരെ ശക്തമായ ജനകീയമായ ശക്തമായ പ്രതിഷേധം ഉയരുന്ന ഒരു നടപടിയായി ഇത് മാറിയിട്ടുണ്ട്. നേരത്തെ വസീഫ് കൈ ഉയർത്തുന്നത് കണ്ടിരുന്നു. ഇതേക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാനാണോ? എല്ലാം തികഞ്ഞവർ, എല്ലാം സർവജ്ഞപീഠം കയറിയവർ എന്ന മട്ടിലേക്കൊരു മനോഭാവത്തോടു കൂടി ചട്ടലംഘനങ്ങൾ നടത്തിയാൽ അത് അനുവദിച്ചു കൊടുക്കേണ്ട ഏതെങ്കിലും ഒരു ബാധ്യത കേരളം പോലൊരു സംസ്ഥാനത്തിനുണ്ടോ? ആര് ഭരിക്കുന്നു എന്നതൊക്കെ പോകട്ടെ, ഇതേ മനുഷ്യൻ ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് കേരളത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുന്നത് കണ്ട് അത് ആ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുമ്പോഴേക്കാണ് ഇങ്ങനെ വന്ന് ഒരു സ്റ്റേറ്റിൻ്റെ ഭരണത്തലവനെ വളരെ മോശപ്പെട്ട നിലയിൽ പരസ്യമായി ചട്ടലംഘനം നടത്തി സംസാരിക്കുന്ന നിലയുണ്ടായത്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതിനിടയിൽ ഒരു അവസരത്തിൽ ചെയ്തതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കൂടി കണക്ട് ചെയ്ത് ഞാൻ ലാലിനോട് ചോദിച്ചത്. അതേക്കുറിച്ചാണോ വസീഫ് നേരത്തെ കൈ ഉയർത്തുന്നത് കണ്ടു? അതെ. അല്ല, മറ്റൊന്നുമല്ല, ചില IAS ഉദ്യോഗസ്ഥർ, ചില IPS ഉദ്യോഗസ്ഥർ, അവരൊക്കെ ഉണ്ടാവും. മനുഷ്യന്മാർക്കിടയിൽ നിന്നാണല്ലോ ഇവരൊക്കെ ഉണ്ടായി വരുന്നത്. അവർക്കൊക്കെ പല താല്പര്യങ്ങളും ഉണ്ടാകും, പല വൈകല്യങ്ങളും ഉണ്ടാകും. ആ വൈകല്യങ്ങളും താല്പര്യങ്ങളും ഒക്കെ മുൻനിർത്തി കേരളത്തിലെ ഒരു ജനകീയ സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ, മോശമാക്കാൻ ഒക്കെ ഇവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് പണി എടുത്തിട്ടുണ്ടാവും. ഈ പറയുന്ന സതീശനോ അല്ലെങ്കിൽ BJPക്കോ ഒക്കെ വേണ്ടിയിട്ട്, നരേന്ദ്രമോദിക്കോ ഒക്കെ വേണ്ടിയിട്ട് അകത്തു നിന്ന് തന്നെ പുറത്തറിയാത്ത തരത്തിൽ പലതും ഒപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഇവരുടെ ഒന്നും ഈ ജൽപ്പനങ്ങൾക്ക് മുമ്പിൽ കേരളത്തിൻ്റെ ഈ പ്രബുദ്ധ ജനങ്ങൾ, ഈ ജനാധിപത്യ സമൂഹം അങ്ങ് ഇവരോടൊപ്പം പോവും എന്നൊന്നും കരുതേണ്ടതില്ല. ഇതിനേക്കാൾ വലിയ IPSകാരും IASകാരും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും എന്തൊക്കെ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്ത് അവരുടെയൊക്കെ നിലവാരം ഈ കേരളം കണ്ടതല്ലേ. ആ നിലവാരം തന്നെയാണ് ഈ മഹാനുള്ളത്. എന്ത് വൃത്തികേട് അയാളൊക്കെ വിളിച്ചു പറയുന്നത്. ചില ചാനലിൽ ഒരു ചാനലിൽ നമ്മൾ ഇതേ വാചകം കേട്ടിരുന്നു, ഒരു ഇൻട്രോ. അതേ ഇൻട്രോ കാണാതെ പഠിച്ചു വന്നിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഞാൻ സംശയിക്കുന്നത് ആ ഇൻട്രോ അവതരിപ്പിച്ചവനും ഇയാളും ഇതിന് ട്യൂഷൻ എടുത്തു കൊടുക്കുന്ന ആരോ ഒരാൾ, അവരുമൊക്കെ ഇരുന്നിട്ടാണോ ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത് എന്ന് കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്.
ബാക്കി നമുക്ക് വഴിയെ പറയാം. റൈറ്റ്. റജി കൈ ഉയർത്തിയതുകൊണ്ട് വളരെ ചുരുക്കി സമയം തീർന്നുവെങ്കിലും ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഈ ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ കറക്റ്റായിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്തത് ഈ സർക്കാരിന്റെ ഭരണ പരാജയമല്ലേ? അത് ശരി. തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ വോട്ട് ചെയ്ത് കിട്ടിയ ഗ്യാപ്പിൽ കയറി വർത്തമാനം പറയുമല്ല. അതെങ്ങനെയുണ്ട് റജിയുടെ ആ കാഴ്ചപ്പാട് എങ്ങനെയുണ്ട്? റജിയെ താങ്കളെ പോലെ ഒരാൾ ഒരു കാരണവശാലും, ഞാൻ എല്ലാ സ്നേഹത്തോടും എല്ലാ ആത്മാർത്ഥത്തോടും കൂടി പറയാണ്, താങ്കളെ പോലെ ഒരാൾ ഇത് ഒരിക്കലും പറയാൻ പാടില്ല. ഒരിക്കലും അദ്ദേഹത്തിനെതിരെ ആദ്യത്തെ ഇത് മാറിയപ്പോൾ സസ്പെൻഡ് ചെയ്തോ ഇല്ലയോ? സസ്പെൻഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. താങ്കളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. താങ്കൾ അങ്ങനെ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ഞാൻ പറഞ്ഞത് പൊളിറ്റിക്സ് അല്ല. ഞാൻ രാഘവേട്ടൻ്റെ കാര്യം പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം പറഞ്ഞു, എല്ലാവരുടെയും കാര്യം പറഞ്ഞു. ഞാൻ അതിനകത്ത് പൊളിറ്റിക്സ് പൂർണ്ണമായി മാറ്റി വെച്ചിട്ടാണ് ഒരു IAS ഓഫീസറുടെ കാര്യം പറഞ്ഞത്. താങ്കൾ അതിനകത്ത് പൊളിറ്റിക്സ് കലർത്തരുത്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പൊളിറ്റിക്സ് ഇല്ല. ഞാൻ പറഞ്ഞത് അടുത്ത സർക്കാർ കോൺഗ്രസിൻ്റെ സർക്കാരാണെങ്കിലും BJPയുടെ സർക്കാരാണെങ്കിലും വേറെ ശൂന്യാകാശത്ത് നിന്ന് വരുന്ന സർക്കാരാണെങ്കിലും അവർക്ക് വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ് ഓൾ ഇന്ത്യ സിവിൽ സർവീസിലുള്ളവരുടെ ജോലി. സർക്കാരിലെ രാഷ്ട്രീയക്കാരൻ്റെ തലയിൽ കയറുകയും അവൻ്റെ പോളിസി മേക്കിങ്ങിൻ്റെ അകത്ത് കയറി ഇടപെട്ട് സംസാരിക്കാം, കറക്ഷന് വേണമെങ്കിൽ നടത്താം. അത് പബ്ലിക്കായിട്ട് പറഞ്ഞു ഉള്ളത് അവരുടെ ജോലിയല്ല, അത് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് നിങ്ങൾക്കും കേടുണ്ടാകുന്ന വിഷയമാണ്. അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഏതേലും കാലത്തും നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എക്സിറ്റ് പോളും അതിനപ്പുറം എക്സാക്ട് പോളും തമ്മിൽ ഏതൊക്കെ തരത്തിൽ എത്രമാത്രം അകന്നു നിൽക്കുന്നു അതിൻ്റെ നിരവധി ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ കേരളം വളരെ വ്യത്യസ്തമായി മികവോടെ മുന്നോട്ട് പോകുന്ന നാട്ടിൽ ഒരു ജനവിധിക്ക് ആധാരമായ നിരവധി ഘടകങ്ങൾ വളരെ സജീവമായി നിൽക്കുമ്പോൾ തുടർഭരണം എന്ന ഗൗരവമായ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത്, കേരളവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന കാലത്ത് എക്സിറ്റ് പോളിൽ നിന്ന് ഒരു എക്സാക്ട് പോൾ എത്രമാത്രം അകലം പാലിച്ചു നിൽക്കുന്നു. നമുക്കറിയാം, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ അടുത്ത കാലത്ത് കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്ന നിലയിൽ എക്സിറ്റ് പോളുകൾ മുന്നോട്ട് വെച്ചു. ഏറെ ആഹ്ലാദിച്ചത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളാണ്, കോൺഗ്രസ് അടക്കം. പക്ഷേ ആ എക്സിറ്റ് പോളുകളൊക്കെ പൊളിഞ്ഞു പാളീസാകുന്നതുകൂടി കാണാനിടവന്നു തെരഞ്ഞെടുപ്പിൻ്റെ എക്സാക്ട് വിധി പുറത്തു വന്നപ്പോൾ എന്നതുകൂടി സാന്ദർഭികമായി ഓർക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. 3 പേർക്കും വളരെയധികം നന്ദി സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും.